പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് അനുവദിച്ചു തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിലുള്ള എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ ഒരിക്കൽ കൂടെ അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഒന്ന് രണ്ട് വാക്യങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും വായിച്ചാരംഭിപ്പാൻ്റെ വണ്ണം കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യവും 28-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. 1 Corinthians chapter 1 verse 27 and 28. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ചിന്തകൾ ഉണർത്തുന്ന ഒരു നല്ല ലേഖനത്തിന്റെ കൊരിന്ത്യ 1-ാമത്തെ ലേഖനവും 2-ാമത്തെ ലേഖനവും രണ്ട് ഉദ്ദേശത്തോടുകൂടെ വിശുദ്ധ പൗലോസിനാൽ വിരചിതമായി. രണ്ടാമത്തെ ലേഖനത്തിനകത്ത് വിശുദ്ധ പൗലോസ് പെടാപ്പാട് പെടുന്നുണ്ട് തന്റെ അപ്പോസ്തോലികത്വത്തെ തെളിയിക്കുവാൻ. കൊരിന്ത്യ സഭയിലുള്ളതായിരിക്കുന്ന ഓരോരുത്തരും ചോദിക്കുന്നു, താങ്കളെ ആരാ അപ്പോസ്തോലനാക്കിയത് എന്നുള്ളതായിരിക്കുന്ന ചിന്തകൾ ജീവിത സാഹചര്യങ്ങളിൽ മുഴങ്ങിക്കെട്ടപ്പോൾ പരാജയ തുല്യമായി ജീവിതത്തിൽ ഒതുങ്ങി മാറാതെ തന്റെ അപ്പോസ്തോലികത്വത്തെ തെളിയിക്കുവാനൊക്കെ വേണ്ട എഴുതിയൊരു ലേഖനമാണ് കൊരിന്ത്യ ലേഖനം 2-ാമത്തെ ലേഖനമെങ്കിൽ 1-ാമത്തെ ലേഖനം പാകപ്പിഴകുകൾ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കുന്ന മേഖലകളിൽ എവിടെയൊക്കെ തിരുത്തലുകൾ ആവശ്യമായിരിക്കുന്നുവോ ആ തിരുത്തുകൾക്ക് ഏറ്റവും സഹായകരമായിരിക്കുന്ന പ്രമേയത്തെ തന്റെ തൂലികയിൽ കൂടെ പുറത്തെടുത്ത് ഒരു ലേഖനമാക്കി പുറത്തെടുത്ത് കൊരിന്ത്യ സഭയെ ഓർമ്മിപ്പിച്ചുണർത്തുവാൻ എഴുതിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനത്തിന്റെ പ്രഥമ ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇതൊരു കാലഘട്ടമാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭയങ്കരവും ഭയാനകവുമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാലെടുത്തു വെക്കുവാനൊക്കെ വണ്ണം വിധിക്കപ്പെട്ട മാനവകുലത്തിന്റെ മുമ്പാകെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടിയത് അഭിഷിക്തന്മാരെയാണ് വേണ്ടിയത്. അന്ത്യോക്യയിൽ വെച്ചാണ് ആദ്യം കർത്താവിന്റെ സാക്ഷികളായി നിലനിന്നിരുന്ന അപ്പോസ്തലന്മാരെയും കൂട്ടരെയും ക്രിസ്ത്യാനികൾ എന്ന ജാതികൾ അഭിസംബോധന ചെയ്തത്. ഈ ക്രിസ്ത്യാനി എന്നുള്ളൊരു പദത്തിന്റെ അർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്നൊരു ക്രമീകരണത്തിലല്ല അന്ത്യോക്യയിൽ വെച്ച പേരു വീണത്. ഇന്നലകളിൽ കാണാത്തതായിരിക്കുന്നതും ഇന്നുകളിൽ കേൾക്കാൻ കഴിയാത്തതുമായിരിക്കുന്ന ഒന്ന് ഇന്ന് വരെ ഒരു ജാതിയുടെ നടുവിലും പറഞ്ഞു കേൾവി പോലും ഇല്ലാത്ത സാഹചര്യങ്ങളുടെ മുമ്പിൽ ഭൂതങ്ങൾ വിട്ടോടുന്നു, ചെകിടർ കേൾക്കുന്നു, കുരുടർ കാണുന്നു, മരിച്ചവർ ഉയർക്കുന്നു എന്നിത്യാദി ക്രമീകരണങ്ങളുടേതായിരിക്കുന്ന സംഭവങ്ങളുടെ പരമ്പരകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനം ഇത്രയും മനസ്സിലാക്കി, ഈ ജനം ഒരു സാധാരണ ജനമല്ല, ഇതൊരു സാധാരണ ജനമല്ല, ഇതൊരു സാധാരണ ഉപദേശമല്ല. ഗമാലിയേലിന്റെ മുമ്പിൽ ഈ ഒരു വിഷയം കടന്നു വന്നപ്പോൾ ഗമാലിയേൽ പറഞ്ഞു, ഇത് ദൈവീകമെങ്കിൽ നിലനിൽക്കും, അതല്ല സാത്താന്യമാകെങ്കിൽ നിലയ്ക്കുമെന്ന് പറഞ്ഞ് ഗമാലിയേൽ കൈയൊഴിഞ്ഞപ്പോൾ 2000 വർഷം കൊണ്ട് ഒത്തിരി സംവിധാനങ്ങൾ, ഒത്തിരി രാഷ്ട്രീയ തലവന്മാർ, ഒത്തിരി ചക്രവർത്തിമാർ, ഒത്തിരി സംവിധാനങ്ങൾ ഇതിനെ ഒതുക്കാൻ നോക്കിയിട്ടും ഒതുങ്ങാൻ കഴിയാത്ത നിലകളിൽ എവിടെയൊക്കെ ഞെരിക്കുവാൻ ശ്രമിച്ചുവോ അവിടെയൊക്കെ പരന്ന് പടർന്ന് പന്തലിക്കുവാൻ ഇടയാകുന്ന തരത്തിൽ ഒരു ജാതിയെ ദൈവം എഴുന്നേൽപ്പിച്ചപ്പോൾ അന്ത്യോക്യയിൽ വെച്ചവർക്ക് പേര് വീണു ക്രിസ്ത്യാനി എന്നുള്ള പദം എങ്ങനെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റോസ് എന്നുള്ളതായിരിക്കുന്ന അഭിഷേകം എന്നുള്ള വാക്കിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നെങ്കിൽ പത്രോസ്, അപ്പോസ്തലന്മാർ മുതലായവരുടെ ശുശ്രൂഷ രംഗങ്ങളെ വീക്ഷിച്ചതായിരിക്കുന്ന ജനം പറഞ്ഞു, ഇത് ദൈവത്തിന്റെ അഭിഷേകത്താൽ നടക്കുന്ന ഒരു ശുശ്രൂഷയാണ്, ഇതൊരു മാനുഷികമല്ല. ഗമാലിയേൽ തിരിച്ചറിഞ്ഞു പറഞ്ഞു, മാനുഷിക
ആണെങ്കിൽ അത് നിലനിൽക്കുമെന്ന് പറഞ്ഞ ഗമാലിയേൽ മൺമറഞ്ഞു പോയി. പക്ഷേ കർത്താവിന്റെ ശുശ്രൂഷ, അഭിഷേകത്തിന്റെ ശുശ്രൂഷ, അഭിഷിക്തന്മാരുടെ ശുശ്രൂഷ കാലയവനിക്കുള്ളിലേക്ക് മറയ്ക്കാൻ രാഷ്ട്രീയ പ്രഭുത്വത ഉളവായിരിക്കുന്ന പലരും തുനിഞ്ഞിറങ്ങിയെങ്കിലും അവരൊക്കെ പരാജയപ്പെട്ട് പിന്മാറിയെങ്കിലും ഈ കാലഘട്ടത്തിന്റെ അഭിഷേകത്തിന്റെ വക്താക്കളായി ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടാനുകോടി ജീവിതങ്ങളെ തട്ടിയുണർത്തിക്കൊണ്ട് അഭിഷേകത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാൻ വീണ്ടും ഓർപ്പിച്ചതുപോലെ ഒരു വലിയ മഹാസംഭവം നടക്കും. ഇന്നലകളിൽ ഒരു മനുഷ്യനും കേട്ടിട്ടില്ലാത്ത തരത്തിൽ പ്രൈസ് ദി ലോർഡ് നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി പേരെഴുതി നിശ്ചലമായി കിടക്കുന്ന ഒരു തടാക തുല്യമായ കടലുണ്ട്, ഡെഡ് സീ. ഈ ഡെഡ് സീയെ ദൈവം തമ്പുരാൻ വീണ്ടും പുനർജീവിപ്പിക്കുന്നത് പോലെ മരിച്ചു കിടക്കുന്നത് പോലെ തുല്യമായി കിടക്കുന്ന കർത്താവിനെ തിരിച്ചറിയാൻ കഴിയാതെ പാപസംബന്ധമായി മരിച്ചു കിടക്കുന്ന ഒരു മാനവ കുലത്തിന്റെ അടുക്കലേക്ക് ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങി ചെല്ലുവാനുള്ള കാലം ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യോവേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ, ഇരമ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ, യെഹെസ്കേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതുപോലെ, അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ വക്താക്കളായി നമ്മുടെ കണ്ണിൻ മുമ്പിൽ ഈ അഭിഷേകത്തിന്റെ ശക്തിയുടെ മറ്റൊലികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കൊരിന്ത്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലെ വിശ്വാസികളെ തട്ടിയുണർത്തിക്കൊണ്ട് പറയുന്നു, ദൈവത്തിന് ബലമുള്ള ഒന്നിനെ ആവശ്യമില്ല, ദൈവത്തിന് ആരോഗ്യമുള്ള ചിലതിനെ വേണ്ട, ദൈവത്തിന് കുലമഹിമയുള്ള ഒന്നിനെ വേണ്ട, ദൈവത്തിന് കുടുംബ ശ്രേഷ്ഠതയുള്ള ചിലതിനെ വേണ്ട, ദൈവത്തിന് പണ്ഡിതന്മാരെ വേണ്ട, ദൈവത്തിന് ഏത് റേസിൽപ്പെട്ടവരെയാണെന്ന് അത് തരംതിരിവില്ല. ഏത് സംവിധാനത്തിനകത്ത് ഉണർത്തപ്പെട്ടു എന്നും ചിന്തിക്കേണ്ട. കൊരിന്ത്യ സഭയോട് വിശുദ്ധ പൗലോസ് എഴുതി ചേർക്കുകയാണ്, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ഈ വാക്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യത്യസ്ത മേഖലകളിലേക്ക് എന്നെ കൊണ്ടുപോയെങ്കിലും ചിന്തിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് പ്രസ്താവിപ്പാടൊക്കെ വേണം. അത്ര നൈപുണ്യം എനിക്ക് ലഭിക്കാത്തത് കൊണ്ട്, അത്രയും ഉള്ളതായിരിക്കുന്ന കഴിവെനിക്കില്ലാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തുക എന്നുള്ളതായിരിക്കുന്ന ഒരു ചെറിയ ഒരു യജ്ഞം മാത്രമാണ് എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ പ്രതീക്ഷിക്കുകയും നിങ്ങളെ സംസാരിക്കുകയും ചെയ്യുന്നത്. ജ്ഞാനികളെ ലക്ഷിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലക്ഷിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി ഇതിനെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായ ഏതുമില്ലാത്തതും ഇതിനെ തിരഞ്ഞെടുത്തു. എന്തിനാണെന്നറിയാമോ? ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന്. ഒരു മനുഷ്യൻ പറയരുത്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ പ്രാർത്ഥന കൊണ്ടും എന്റെ ശുശ്രൂഷകൾ കൊണ്ടും വേദാഘട്ടത്തിൽ നടന്നെന്ന്. ഒരു മനുഷ്യൻ അങ്ങനെ പറയരുത്, ആത്മീകൻ അങ്ങനെ പറയാൻ പാടുള്ളതല്ല. നമ്മുടെ ശുശ്രൂഷയാലല്ല നമ്മെ ദൈവം ഒരു ടൂളാക്കി മാറ്റുമ്പോൾ അതിനുമേൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നതത്രേ ഒരു ആത്മീകന്റെ തികഞ്ഞ കാഴ്ചപ്പാടെന്ന് വിശ്വസിക്കുന്ന ഞാനെങ്കിൽ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രികാലം എന്റെ മുമ്പിൽ ഇരിക്കുന്ന സംഖ്യ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു നോർമൽ കൺവെൻഷന്റെ ആള് ഇന്ന് സൂം മീറ്റിംഗിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് വചനം കേൾക്കേണ്ടതിനായി ചൂട്ടും കത്തിച്ചുകൊണ്ട് പോയിരുന്ന ഒരു കാലഘട്ടമുണ്ടായി. മൈലുകൾ രാത്രിയുടെ യാമങ്ങളിൽ നടന്ന് ഓലക്കാലുകൾ കൊണ്ട് കൂട്ടിക്കെട്ടിയതായിരിക്കുന്ന ചൂട്ട് കത്തിച്ചുകൊണ്ടും ചെറിയതായി ചിമ്മിനി വിളക്കിന്റെ സഹായത്തോടു കൂടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ടാറിടാത്ത പച്ച മണ്ണുകളും കല്ലുകളും കൂർത്ത മുള്ളുകളും ഉള്ളതായിരിക്കുന്ന പാതകളിൽ കൂടെ സഞ്ചരിച്ചു വചനം കേൾവിക്ക് വേണ്ടി പോയ ഒരു നല്ല ചെറുപ്പകാലം ഞാൻ ഓർക്കുന്നു. പക്ഷേ കാലം മുമ്പോട്ട് കടന്നുപോയപ്പോൾ കൺവെൻഷൻ
ക്രമീകരിച്ചു കഴിഞ്ഞാൽ ആദ്യം സംഘാടകരോട് ചോദിക്കും, നിങ്ങൾ ഞങ്ങൾക്ക് വാഹനം അയച്ചു തരുമോ എന്ന്. കർത്താവിന് സ്തോത്രം. സംഘാടകരുടെ ഉത്തരവാദിത്വമായി മാറി ഓരോരുത്തരുടെയും വീട്ടിന്റെ പടിക്കൽ കൊണ്ടുചെന്ന് വാഹനം ചവിട്ടി നിർത്തി അവരെ കൊണ്ടുവന്നിട്ട് അവനെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ വഴിയിൽ അവന് ചെറിയൊരു സ്നാക്കും കൂടെ കൊടുത്തുവിടേണ്ട ഗതികേട് കേരളത്തിന്റെ മണ്ണിലെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ കണ്ടപ്പോൾ ഇത് കണ്ട് അതൊരിക്കലും അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയാത്ത ദൈവം തീരുമാനിച്ചു, നിന്റെ കൺവെൻഷനുകൾ ഞാൻ നിർത്താൻ പോകുകയാണ്. അഹങ്കരിച്ചൊരു ജനം നമ്മുടെ മുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ്ട് വേണ്ടിയൊക്കെ കൺവെൻഷനിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനത്തിന്റെ നടുവിലേക്ക് അത്രയും ദൈവത്തിൻ്റെതായ ഒരു ശോധന ദൈവം അയച്ചില്ലെങ്കിൽ ദൈവം പല ജാതികളോടും ക്ഷമ ചോദിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഈ സൂം മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഏകദേശം ഒരു മിനി കൺവെൻഷനുള്ള പ്രിയപ്പെട്ടവരല്ല, അതിനേക്കാൾ കൂടുതൽ ജനം ഒരു സാധാരണ കൺവെൻഷനേക്കാൾ കൂടുതൽ പ്രിയപ്പെട്ടവർ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ദൈവം തമ്പുരാൻ വിളിച്ചതിന് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഉദ്ദേശമുണ്ട്, ദൈവത്തിൻ്റെതായ താല്പര്യങ്ങളുണ്ട്. എന്നാൽ താല്പര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥ. ഒത്തിരി പണ്ഡിതന്മാരുടെ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ഏറ്റവും സവിശേഷതയാകുന്ന ഒരു കാര്യം, അവരവരുടെ കഴിവുകളെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ജീവിതത്തിലെ പരാജയം. സാമ്പത്തികമായി തകരുന്നതല്ല, മറ്റുള്ള ഏത് സംവിധാനത്തിനകത്തും തകരുന്നതല്ല. മറ്റുള്ളതായിരിക്കുന്ന ശാസ്ത്രീയ സാങ്കേതിക ലോകത്തിൽ പ്രഗത്ഭന്മാരായി തെളിയിക്കാൻ കഴിയുന്നതിനേക്കാൾ അത്യുത്തമമായ ഒന്നാണ് നിങ്ങളിൽ കുടികൊള്ളുന്ന ദൈവകൃപയെ കുറിച്ചുള്ള തിരിച്ചറിവ്. നമുക്ക് ലഭിക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പരാജയം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ചിന്തിക്കണം, എന്നെ തമ്പുരാൻ വിളിച്ചിറക്കിയതിന് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. ദൈവം ഉദ്ദേശമില്ലാതെ ആരെയും വിളിച്ചിറക്കി കാഴ്ചക്കാരായിട്ട് ഫാനിന്റെ കാറ്റിനാൽ ഇളകി പോകാതിരിക്കാണ്ടൊക്കെ വേണം ആലയത്തിൽ കടന്നു വന്ന് പായ്ക്ക് തടയിട്ടിരിക്കാണ്ടൊക്കെ വേണം. ദൈവം ആരെയും വിളിച്ചിട്ടില്ല, മറിച്ച് ദൈവത്തിന്റെ അത്യന്തപരമായിരിക്കുന്ന ശക്തി ഓരോ മൺകൂടാത്രങ്ങളിൽ പകർന്നു കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ കൃപയുടെ ഒരു പകർച്ച ഓരോന്നിന്റെ മേലും പകർന്ന് പുറത്തെടുക്കുവാനൊക്കെ വേണം ദൈവം ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവിന് നന്ദിയോട് സ്തോത്രം. 2 വിധവമാരുടെ ഭവനത്തിൽ കടന്നു ചെന്നിട്ട് പ്രവാചകന്മാർ പറഞ്ഞത്, നിന്റെ ബലഹീനമാക്കപ്പെട്ട ഭരണിയെ ഞാൻ നിറയ്ക്കും, നിന്റെ ബലഹീനമാക്കപ്പെട്ടതായിരിക്കുന്ന മാവിരിക്കുന്ന തൊട്ടിയെ ഞാൻ നിറയ്ക്കും. അല്ലാതെ എനിക്കൊരു ഭരണിയുണ്ട്, എനിക്കൊരു തൊട്ടിയുണ്ട്, ഞാനതിനെ നിറയ്ക്കും, അതിനൊരു പകർച്ച നിന്റെ മേൽ പകർന്നു തരുമെന്നല്ല പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞത്. പ്രവാചകൻ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് അങ്ങനെയാണ്. നിന്റെ ഭവനത്തിലുള്ള ബലഹീനമെന്നും കുറഞ്ഞുപോയെന്നും വിശദീകരിക്കുന്ന വിശദീകരണത്തിൽ ഒരു അത്ഭുതം നിന്റെ മേലുള്ള നിറവുണ്ടാകുമ്പോൾ ആ നിറവിൽ നിന്നാണ് പകരപ്പെടേണ്ടത്. ഇന്ന് രാത്രിയിലെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ സഹോദരി സഹോദരന്മാർ, അഭിഷിക്തന്മാർ, ഈ ഒരു വചനം ഏറ്റെടുത്തു കൊള്ളണം. നിറയാൻ വേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചത്. കർത്താവിന് സ്തോത്രം. പക്വമല്ലാത്ത ഭാഷയിൽ കൂടെ ഒഴിവുള്ളവളായി, തീർന്നവളായി, ഇല്ലാത്തവളായി ഞാൻ വന്നിരിക്കുന്നു എന്നുള്ളതായ സാധാരണ വാക്കുകൾ ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട്, കർത്താവേ, ഇന്നലകളേക്കാൾ ഇന്ന് ഞാൻ നിറവുള്ളവനായിരിക്കുന്നു. ചോർച്ചകൾ അടച്ചുകൊണ്ട്, പഴുതുകൾ അടച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ലഭിച്ചതായിരിക്കുന്ന ആത്മക സന്തോഷം കെടുത്തിക്കളയുന്ന വാക്കുകൾ, ഭാഷകൾ, സംസാരങ്ങൾ, നോട്ടങ്ങൾ, ചിന്തകൾ, ഭാവങ്ങൾ, ഭാവനകൾ, ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞുകൊണ്ട് അകത്തും പുറത്തും കീല് വെച്ചതായിരിക്കുന്ന ഒരു സംവിധാനമാക്കി ദൈവജനത്തെ ഈ കാലഘട്ടത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് നിന്റെ കുലം നോക്കിയിട്ടല്ല, നിന്റെ കുടുംബ പശ്ചാത്തലം നോക്കിയിട്ടല്ല, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയിട്ടല്ല. പലസ്തീന്റെ തെരുവിൽ വിദ്യാഭ്യാസമുള്ള ഒത്തിരി ജീവിതങ്ങൾ ഉണ്ടായിരുന്നിട്ടും
മീൻപിടിക്കാരനായിരിക്കുന്ന മുക്കുഴക്കിലെ കർത്താവ് കടന്നു എന്ന് നിന്റെ പടക എനിക്ക് വേണ്ടി നീക്കണമെന്ന് ആവശ്യപ്പെട്ടത് സമൂഹത്തിൽ അക്ഷരാർത്ഥത്തിൽ കർത്താവിന് സ്തോത്രം ആരും മാനിക്കപ്പെടാൻ കഴിയാതെ ഐസൊലേറ്റ് ചെയ്തതായിരിക്കുന്ന ഒരു ജനത്തിന്റെ നടുവിലേക്ക് അത്രേ കർത്താവ് ഇറങ്ങിച്ചെന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ അഭിഷിക്തന്മാരെയും ദൈവമക്കളെയും കുഞ്ഞുങ്ങളെയും വിശേഷാൽ എന്റെ യുവതലമുറകളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ തമ്പുരാൻ വിളിച്ചിറക്കിയത് ഒരു നിറവിന് വേണ്ടിയാണ്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ പുറപ്പെടും. അങ്ങനെയാണെങ്കിൽ ഒരു നിറയാൻ വേണ്ടി ദൈവം കുലമഹിമ നോക്കത്തില്ല. നീ ബിഡിക്കാരനാണോ BTH-കാരനാണോ, നീ ഏത് ബൈബിൾ കോളേജിലാ പഠിച്ചതെന്നല്ല ചോദിക്കുന്നത്. ദൈവം ചോദിക്കുന്നത് നീ ആത്മമേഖലകൾക്കകത്ത് ആത്മാവിൽ നിറഞ്ഞവരായിരിക്കുന്നു. നീ ഒരു ക്രിസ്ത്യാനിയാണോ? നീ ഒരു അഭിഷിക്തൻ. ക്രിസ്ത്യാനി എന്ന പദത്തിന്റെ അർത്ഥം അഭിഷിക്തനും തന്നെയാണ്. ക്രിസ്റ്റോസ് എന്നുള്ളതായിരിക്കുന്ന പദത്തിൽ നിന്നും ലഭിച്ചതായിരിക്കുന്ന ഒന്നാണ് ക്രിസ്ത്യൻ. അനോയിന്റഡ് വൺ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നെഞ്ചത്ത് കൈവച്ച് സ്നാനപ്പെട്ട് ഒരുപാട് വർഷങ്ങളായി തീർന്ന സഹോദരി സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ, can you claim are you a Christian? Praise the Lord. Praise the Lord. വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരോടൊപ്പം ജോലി ചെയ്യുമ്പോൾ, അമേരിക്കൻസിനോടൊക്കെ ജോലി ചെയ്യുമ്പോൾ ചോദിക്കും ആർ യു ക്രിസ്ത്യൻ ചോദിക്കുമ്പോൾ അവര് വളരെ വളരെ ആത്മാർത്ഥതയോട് മറുപടി പറയും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമായിരിക്കും, by name I am a Christian but I am not a Christian. എത്ര ആത്മാർത്ഥതയുള്ളതായിരിക്കുന്ന ഒരു ഉത്തരം. നാം പേര് കൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ്, പക്ഷെങ്കിൽ സ്വഭാവം കൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയല്ല. കുഞ്ഞെ, ഇന്ന് ഈ രാത്രിക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വത്സല സഹോദരിമാർ, നിങ്ങളെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമുണ്ടോ? ദൈവത്തിന് പ്രയോജനമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. ഏത് തൊഴിൽ ചെയ്താലും, ഏത് സാഹചര്യത്തിൽ ചെയ്താലും, ഏത് സംവിധാനത്തിനകത്ത് നിങ്ങൾ ചുരുങ്ങി മാറിയാലും ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ പറയുമോ? കർത്താവേ, അവിടുത്തെ വാക്തത്വം പോലെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ഒരു ഉറവ പൊട്ടി പുറപ്പെടും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആമേൻ. വർഷങ്ങളായി വരണ്ട് കിടക്കുന്ന ഒത്തിരി ഒത്തിരി ഉണങ്ങിയ വിത്തുകൾ ഈ മണലാരണ്യത്തിൽ ഉണ്ട്. പ്രൈസ് ഗോഡ്. 3500 വർഷങ്ങൾക്ക് മുമ്പ് മമ്മികൾ എന്നുവെച്ചാൽ ഫറവോന്മാരുടെ പിരമിഡിനകത്ത് സൂക്ഷിച്ചിരുന്ന ചില വിത്തുകളെ പുറത്തെടുത്ത് 3500 വർഷങ്ങൾക്ക് മുമ്പ് അത് നിക്ഷേപിച്ചിരുന്ന പല വിത്തുകളും പുറത്തെടുത്തു. നോക്കി ഇത് കിളിക്കുമോ? അത് നോക്കി 3500 വർഷങ്ങൾ കൊണ്ട് പഴകിയ വിത്തുകൾ ഈജിപ്ഷ്യൻ മമ്മികൾക്കകത്തുനിന്ന് പുറത്തെടുത്ത് ആമേൻ കുതിർത്തപ്പോൾ 2-ാം നാൾ 48 മണിക്കൂറുകൾ കൊണ്ട് അതിൽ മുള പൊട്ടി പുറത്തു വന്നു. അങ്ങനെയാണെങ്കിൽ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഈ ജീവജല നദി ഉണ്ടല്ലോ, ആമേൻ, കിളിർക്കാൻ കൊതിക്കുന്ന ഒത്തിരി എണ്ണം ഈ മണലാരണ്യത്തിലുണ്ട്. മുള പൊട്ടിക്കുവാനൊക്കെ ഉള്ള ആവേശത്തോടെ കാത്തിരിക്കുന്ന പലതും നമ്മുടെ അയൽവക്കത്തുണ്ട്, അടുത്ത ഫ്ലാറ്റിലുണ്ട്, അടുത്ത വില്ലയിലുണ്ട്, അടുത്ത സമൂഹത്തിലുണ്ട്, കൂടെ ജോലി ചെയ്യുന്നവരുണ്ട്. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത് നിങ്ങളിൽ നിന്നും അതേ ഒരു ജീവജലത്തിൽ പുറപ്പെട്ടാൽ praise the Lord. Dried seeds are waiting for water to blossom. അത് പൂക്കേണ്ടതിനായിട്ട് ആ വെള്ളത്തിന്റെ തട്ടൽ കാത്തിരിക്കുന്നെങ്കിൽ യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നില്ലേ? വൃക്ഷം അതിന്റെ വേരുകൾ എത്ര അറ്റുപോയാലും, അത് ജീർണിച്ചു പോയാലും വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ അതിന് കിളിർപ്പുണ്ടാകും. അതുപോലെ ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റുള്ളതായിരിക്കുന്ന മദ്യാസക്തിക്കും വിധേയപ്പെട്ടുകൊണ്ട് ജീവിതം നാനാവാശ്യമാക്കിക്കൊണ്ട് ഇരിക്കുന്ന ഒരുപാട് ചത്ത ജീവിതങ്ങൾക്ക് ജീവൻ പകരാനുള്ളതാ, നിങ്ങളിൽ നിന്നും പകരാനുള്ളതായിരിക്കുന്ന ആ പകർച്ച. വിശ്വസിക്കുന്നത് പറ്റുമോ ദൈവമക്കൾക്ക്? അത് വിശ്വസിക്കണം. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ആമേൻ, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം പോഷത്വമായി തന്നെ തിരഞ്ഞെടുത്തു.
ഒത്തിരി വ്യക്തി ജീവിതങ്ങൾ എന്റെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് ആഞ്ഞു വന്നു. വേദപുസ്തക ചരിത്രത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എടുത്തുത്തരിച്ചുകൊണ്ട് വിശദീകരിപ്പാൻ ലക്കവണ്ണം പ്രശസ്തനും പ്രഗത്ഭനുമായി ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതായിരിക്കുന്ന പലരുടെയും വേരോട്ടം ശ്രദ്ധിക്കുമ്പോൾ കുലഹീനമായതായിരുന്നു. എന്നാൽ കുലഹീനമായതിനെയൊക്കെ ദൈവം തമ്പുരാൻ തന്റെ കരങ്ങളിലെടുത്തപ്പോൾ കുലമഹിമകൾ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു എങ്കിൽ കുലമഹിമകളുടെയും നിങ്ങളുടെ അടിവേരുകളുടെയും അടിസ്ഥാനത്തിലല്ല ദൈവം തന്റെ പ്രവൃത്തികളെ പൂർത്തീകരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഒരു മുക്കുവൻ തെരുവിൽ കടന്നു വന്ന് എഴുന്നേറ്റ് നിന്നത് പ്രസംഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത് അക്സെപ്റ്റബിൾ അല്ല, ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. കർത്താവിന് സ്തോത്രം. കോഴിക്കോട്, കൊല്ലം മുതലായിരിക്കുന്ന ഇടങ്ങളിൽ ഒത്തിരി മുസ്ലിം സഹോദരങ്ങളുണ്ട്. നിങ്ങൾക്കെന്തറിയാം, അവരുടെ ഈ ജാതി മാറ്റങ്ങളും വർണ്ണവ്യത്യാസങ്ങളും ഇല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെയൊക്കെ മുക്കുവന്മാരായി കിടക്കുന്നവരെയൊക്കെ വിളിക്കുന്നത് പുയ്യാപ്പിള എന്നാ പറയുന്നത്. കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് പുതുതായി അവരെ ഒരു പ്രത്യേക ഗണമായിട്ടാണ് കണ്ടത്. ആമേൻ. ക്രിസ്ത്യാനികളായി തീർന്നതായിരിക്കുന്ന നമ്മുടെ കൊല്ലം സ്വദേശി കാങ്കനുള്ളതായിരിക്കുന്ന നീണ്ടകര മുതലായിരിക്കുന്ന ലത്തീൻ കത്തോലിക്കരായിരിക്കുന്ന ക്രിസ്ത്യാനികളെ പോലും നമ്മളൊരു പക്ഷെങ്കിൽ ആമേൻ സവർണരായിരിക്കുന്നവരെന്ന് കരുതാൻ കഴിയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ഒന്നിനെ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്തു എങ്കിൽ ദൈവത്തിന് ദൈവത്തിൻ്റെതായിരിക്കുന്ന ചില ഉദ്ദേശങ്ങളുണ്ട്. മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഒരു വാക്യം നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ വായ്പാന്റെ കോണം കർത്താവിൽ ശരണപ്പെടുന്നു. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ ഒരു ലിസ്റ്റ് ഞാൻ വായിക്കുന്നു. Hebrews chapter 11 verse 32. ഇനി എന്തു പറയണ്ടു? ഗിദയോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഗ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. ഒരു ലിസ്റ്റ് പൗലോസ് അപ്പോസ്തലൻ എടുത്ത് നിർത്തുക. ഒന്ന് വായിക്കണം, നിങ്ങൾ വായിച്ചോളൂ. ഗിദയോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഗ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. ഈ ആളുകളുടെ വിവര പട്ടികകൾ ലഘൂകരിച്ചും വിശദീകരിച്ചും വേദപുസ്തക ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. നേതൃത്വ നിരയിൽ വരുവാനൊക്കെ വേണം ഒരിക്കലും സാധ്യതയുണ്ടായിരുന്ന ആളുകളെ അല്ല ഈ ആളുകൾ. ഞാൻ അവരുടെ ഒന്ന് വേരോട്ടം ശ്രദ്ധിച്ചു, തായ്വരികൾ പരിശോധിച്ചു, അവരുടെ കുടുംബ മഹിമകൾ പരിശോധിച്ചപ്പോൾ ഇവരിൽ ഈ എടുത്തു പറയത്തക്കതായിരിക്കുന്ന ഗിദയോൻ, ഒന്നാമത്തേത് ഗിദയോനാണ്. വസ്തുത ഇവർ എല്ലാവരെ കുറിച്ചും അല്പസ്വല്പം ഒന്ന് പറഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ചു എങ്കിലും എല്ലാവരെ കുറിച്ചൊന്ന് ചെറിയ തോതിൽ വിശദീകരിക്കാൻ പോലും സമയം നമ്മുടെ മുമ്പിൽ അനുവദിക്കാത്തത് കൊണ്ട് ഗിദയോൻ ആരായിരുന്നു? മനശ്ശയുടെ ഗോത്രത്തിൽപ്പെട്ടവനാണ് ഗിദയോൻ. ഗിദയോൻ ആരാണ്? ഇനി അടുത്ത ഓരോ വാക്യങ്ങളും വായിക്കും. ഗിദയോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഗ്, ദാവീദ്, ശമൂവേൽ. ഇവരൊക്കെ പ്രജാപതിപത്യ സ്ഥാപനത്തിലോ ഏതെങ്കിലും അംഗീകരിക്കപ്പെട്ട നിലവാരത്തിലോ പരിഗണിക്കാൻ കൊള്ളാവുന്ന ഒരു കുടുംബത്തിലോ ജനിച്ചു വളർത്തപ്പെട്ടവരല്ല. പക്ഷെങ്കിൽ സമൂഹത്തിൽ താണവരായി കിടക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ കരം ഇവരുടെ മേൽ ചലിപ്പിച്ചപ്പോൾ മനശ്ശ യോസഫിന്റെ മൂത്ത പുത്രനാണ്. നിങ്ങൾ ചരിത്രം വായിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ മനശ്ശ യോസഫിന്റെ മൂത്ത പുത്രനാണ്. യാക്കോബ് അനുഗ്രഹിക്കാണ്ടൊക്കെ ഉള്ള അടുത്ത സമയമായപ്പോൾ ജോസഫ് കൊണ്ടുവന്ന് മനശ്ശയെ യാക്കോബിന്റെ വലത്തെ കൈയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ പുത്രനായിരിക്കുന്ന എഫ്രൈമിനെ യാക്കോബിന്റെ ഇടത്ത് നിർത്തി. ജോസഫ് ഇങ്ങനെ ചിന്തിച്ചു, മനശ്ശ എന്റെ മൂത്ത പുത്രൻ, ആദ്യജാതൻ, അവനെ അനുഗ്രഹിക്കേണ്ടത് യാക്കോബിന്റെ വലങ്കരം കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. എഫ്രൈം എന്റെ രണ്ടാമത്തെ മകൻ, യാക്കോബ് അവനെ അനുഗ്രഹിക്കേണ്ട ഇടം കൈ കൊണ്ടാണ്. എന്നാൽ
ജോസഫ് നിർത്തി. യാക്കോബ് അനുഗ്രഹിക്കാൻ കൂടെ കൈ ഉയർത്തി. ജോസഫ് വിചാരിച്ചു മനുഷ്യ ഇപ്പോൾ അനുഗ്രഹിക്കും. വലം കൈ നീട്ടിക്കൊണ്ട് മൂത്ത പുത്രനായിരിക്കുന്ന പ്രഭുസ്ഥാനത്ത് വരേണ്ടതായിരിക്കുന്ന ഈ മനുഷ്യയെ അനുഗ്രഹിക്കും എന്ന് കണക്കുകൂട്ടി നിൽക്കുമ്പോ യാക്കോബ് തന്റെ കൈകളെ പിണച്ചു വെച്ചു. ഇങ്ങനെ പിണച്ചിട്ട് യാക്കോബിന്റെ മുമ്പിൽ വലത് കൈ കൊണ്ട് അനുഗ്രഹിക്കേണ്ട മനസ്സയെ മാറ്റി തള്ളിക്കൊണ്ട് എഫ്രൈമിന്റെ കാമത്തലയിൽ വലങ്കരം വെച്ച് യാക്കോബ് അനുഗ്രഹിച്ചു. മനസ്സെ ഇടം കൈ കൊണ്ട് അനുഗ്രഹിച്ചു. വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചിട്ടുണ്ടോ? യാക്കോബ് കൈകളെ പിടച്ചു വെച്ചുകൊണ്ട് ജോസഫ് ഞെട്ടിപ്പോയി. കാരണം മനുഷ്യ ആദ്യജാതനാണ്. മനുഷ്യയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വളരെ വലുതായിരുന്നു. എന്നാൽ ജോസഫിന്റെ കണക്കുടലുകൾ തെറ്റിച്ചുകൊണ്ട് യാക്കോബ് അനുഗ്രഹിച്ചത് എഫ്രൈമിനെ അനുഗ്രഹിച്ചു. വലം കൈ കൊണ്ട് മനുഷ്യയെ ഇടം കൈ കൊണ്ട് അനുഗ്രഹിച്ചു. കർത്താവിന് സ്തോത്രം. നോക്കണേ, അവിടെ തന്നെ അനുഗ്രഹത്തിനകത്ത് പാളിച്ചകൾ സംഭവിച്ചു. ഒരു വലിയ സ്ഥാനം ലഭിക്കേണ്ടതായിരിക്കുന്ന മനുഷ്യക്ക് നഷ്ടമായി. അവന്റെ കുലശ്രേഷ്ഠതകൾ പരിശോധിക്കുമ്പോൾ എഫ്രൈമിന്റെ സ്ഥാനത്ത് വരേണ്ട മനുഷ്യ തരം താഴ്ത്തപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ കത്ത് ഗിദെയോൻ ഇങ്ങനെ പറഞ്ഞു, അയ്യോ എന്റെ കുലം നോക്കിയാൽ ഞാൻ എളിയവനാണ്, എനിക്കൊന്നും പ്രാപിപ്പാനൊക്കെവണ്ണം സാഹചര്യങ്ങൾ അനുവദിക്കാത്തതാണ്. ശ്രദ്ധിക്കണം ദൈവമക്കൾ, അതിന്റെ സാഹചര്യത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ബൈബിളിൽ നമുക്ക് ചെറിയ സൂചനകൾ നല്ലവണ്ണം തരുന്നുണ്ട്. അതിലേക്ക് ഇന്ന് പോയി കഴിഞ്ഞാൽ സമയോടെ നിൽക്കുകയില്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ കൈ പിളച്ച് അനുഗ്രഹിച്ചതെന്ന് ദൈവം തിരിച്ചറിയേണ്ടതാണ്. ഗിദെയോൻ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയ്യോ എന്റെ പിതാവായിരിക്കുന്നവൻ അനുഗ്രഹം ലഭിക്കേണ്ടതിന് പകരം ശപിക്കപ്പെട്ട സാഹചര്യത്തിലേക്ക് കടന്നുപോയി രണ്ടാം തരമായി യാക്കോബിന്റെ മുമ്പിൽ തള്ളപ്പെട്ട മനുഷ്യയുടെ കുലത്തിൽ പിറന്നു വീണിരിക്കുകയോ അവകാശപ്പെടുവാൻ ഒന്നുമില്ലെങ്കിൽ എബ്രായ ലേഖനത്തിൽ വിശ്വാസവീരന്മാരുടെ പട്ടിക എടുത്തപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എടുത്തു വെക്കുക ഗിദെയോൻ. കുഞ്ഞെ, നിന്നെ ലോകം തള്ളിയാലും ലോകം നിനക്ക് അർഹിക്കപ്പെട്ട പലതും തരാതിരിക്കുമ്പോഴും നിങ്ങൾക്കൊക്കെ അറിയാം, അർഹതയുള്ള ഒത്തിരി ദൈവദാസന്മാരെയും ദൈവമക്കളെയും സമൂഹം തള്ളിയിട്ടുണ്ട്, പ്രസ്ഥാനങ്ങൾ തള്ളിയിട്ടുണ്ട്. നമുക്കതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. ശുശ്രൂഷയുള്ള പലതിനും സ്ഥാനങ്ങൾ കൊടുക്കുവാൻ പ്രസ്ഥാനം തയ്യാറായിട്ടില്ല, സമൂഹം തയ്യാറായിട്ടില്ല. യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നവനെ എക്കാലത്തും ഒതുക്കിയിട്ടേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട്. ജനത്തിന്റെ മുമ്പിൽ അംഗീകരിക്കപ്പെട്ടതായിരിക്കുന്ന സ്ഥാനങ്ങളും മാനങ്ങളും നമുക്കുണ്ടായിരിക്കുമ്പോൾ അർഹതയില്ലാത്തൊരു മനുഷ്യനിയോ പറയുക, അയ്യോ പ്രഭു സ്ഥാനം നഷ്ടപ്പെട്ടു പോയ പാരമ്പര്യം എനിക്കുണ്ടായിരിക്കുന്നവൻ, എന്റെ സമൂഹം, എന്റെ സാഹചര്യങ്ങൾ, എന്റെ കുലം എളിയതാ. ദൈവം പറയുന്നു, എനിക്കത് മതിയടാ. പ്രൈസ് ഗോഡ്. ലെറ്റ് എവ്രിവൺ റിജക്ട് യു. മനുഷ്യൻ തരുന്ന അക്സെപ്റ്റൻസ് അല്ല, ദൈവം തരുന്ന അക്സെപ്റ്റൻസ്. ഇന്ന് രാത്രിക്കാലം ദൈവമക്കൾ എഴുതിയിട്ടോണം. ഒരുപക്ഷെ സത്യം വിളിച്ചു പറയുന്ന ഒത്തിരി ജീവിതങ്ങൾക്ക് സാഹചര്യങ്ങളും സാധ്യതകളും നിഷേധിക്കപ്പെട്ടതായിരിക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ കുഞ്ഞെ, ഹല്ലേലൂയ, യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ കൊഞ്ഞനെ കാണിച്ചുകൊണ്ട് പുറത്താക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ മനുഷ്യ തള്ളപ്പെട്ടു യാക്കോബിന്റെ നിലയിൽ. ഗിദെയോനുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ വായിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ. ഇത് ഈ പ്രിയപ്പെട്ടവരെ കുറിച്ചെല്ലാം ഇതിനകത്ത് ആരാ പ്രമുഖർ? ഗിദെയോൻ, ബാരാക്ക്, പിന്നെ ശിംശോൻ, പിന്നെ ഇബ്താഗ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു സംഭവം അറിയാമല്ലോ, ഇവരാരും
ഒരു അക്സെപ്റ്റൻസ് ഉള്ളതായിരിക്കുന്ന വ്യക്തികളല്ല. ദാവീദ് he was a totally rejected person. നോക്കണേ, ദാവീദൊക്കെ ഒരിക്കൽ പോലും തന്റെ സഹോദരന്മാർ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാൻ ഇന്നുവരെ ദാവീദിനെ അനുവദിക്കാതെ ഇരുന്നപ്പോൾ ശമൂവേൽ പ്രവാചകൻ കടന്നു വന്നപ്പോ പറയുന്നു, അവൻ വന്നിട്ടല്ലാതെ ഇന്നത്തെ പന്തി നടക്കത്തില്ല. നോക്കണേ, നോക്കണേ, he was a totally rejected person. ആമേൻ. ഇശായി തള്ളി, സഹോദരന്മാർ തള്ളി, എല്ലാവരും ഭക്ഷിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷിക്കാണ്ട് കൊണ്ട് വിധിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. അങ്ങനെ ശമൂവേൽ പ്രവാചകനാൽ ഒരു അവസരം കിട്ടിയപ്പോൾ നെഞ്ചത്തടിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഒരു സങ്കീർത്തനം പാടി, അയ്യോ ഇതോ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാണ്, എത്രയോ വർഷമായി ഞാൻ കാത്തിരിക്കുന്ന ഒരു പദവി. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ ഓരോ വാക്കുകളും ശ്രദ്ധിക്കുമ്പോൾ ആ ടോട്ടൽ റിജക്ഷൻ നമുക്ക് റിഫ്ലക്ട് ചെയ്യും. കർത്താവ് ആ സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്, ആ റിജക്ഷന് ഒരു കാരണമുണ്ട്. അതിലേക്ക് രാത്രി പോകുന്നില്ല. ഈ ഗിദെയോൻ യാക്കൂബ് പോലും തെറ്റിദ്ധരിക്കപ്പെട്ട് പ്രഭുസ്ഥാനം ലഭിക്കേണ്ടതായിരിക്കുന്ന കുലമഹിമകൾ ലഭിക്കാൻ സാധ്യതയില്ലാതെ ടോട്ടലി റിജക്റ്റഡ്. ഇന്ന് ഈ പകൽ ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ തുറന്നു പറഞ്ഞത് നിമിത്തം ഭവനത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും റിജക്റ്റ് ആയിരിക്കുന്ന ഏതെങ്കിലും ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയ സഹോദര സഹോദരി, ദൈവം നിന്നെ തള്ളാതെ ഇരുന്നാൽ മതി. സമൂഹം നിന്നെ തള്ളിയാലും പ്രസ്ഥാനങ്ങൾ തള്ളിയാലും ദേശം തള്ളിയാലും നിന്നെ അംഗീകരിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തെ ദൈവത്തിൽ സ്തോത്രം ചെയ്യൂ. എന്റെ അപ്പനും അത് ദാവീദ് നെഞ്ചത്തടിച്ചുകൊണ്ടാ പറയുന്നത്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും നീ എന്നെ മാറോടെ ചേർത്ത് വിരിക്കുന്നു. ദാവീദിന് അത് മതി. ഹല്ലേലൂയ. ഇനി എത്ര ലൈവായിരിക്കുന്ന സാക്ഷ്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എത്രയോ ജീവിതങ്ങളെ ഭവനത്തിൽ റിജക്റ്റ് ചെയ്ത് പുറത്താക്കിയവരുടെ ഒത്തിരി സംഭവങ്ങൾ, സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെങ്കിൽ വേദിക്കകത്ത് സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ റിജക്റ്റഡ് ആയിരിക്കുന്ന ഒരു മനുഷ്യൻ, കർത്താവിന് സ്തോത്രം. ദെബോരയുടെ നേതൃത്വത്തിൽ, ദെബോര പ്രവാചികയുടെ നേതൃത്വത്തിൽ ജനം ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന 40 വർഷക്കാലം ദൈവത്തെ സേവിച്ചു നിന്നു. ദൈവം അവർക്ക് സമൃദ്ധി കൊടുത്തു. ദെബോരയുടെ കാലശേഷം ഇസ്രായേൽ മക്കൾ തന്റെ സ്വഭാവം കാണിച്ചു. കർത്താവിന് സ്തോത്രം. തന്റെ തനി സ്വഭാവം അങ്ങോട്ട് കാണിച്ചു. ഇസ്രായേൽ മക്കൾക്ക് തനി സ്വഭാവമുണ്ട്. അതിന്റെ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോഴും അനുഭവിക്കുന്നതാണ്. അവരുടെ തനി സ്വഭാവമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് പ്രവാചകന്മാർ, ഓശിയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതായിരിക്കും പ്രവചനങ്ങൾ എടുത്തു പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവരുടെ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഇന്ന് സകല പാപത്തിന്റെയും കേളീരംഗമാണ് ഇസ്രായേൽ എന്നുള്ള ടെല്ലവീവ്. നിങ്ങൾ വിചാരിക്കും അവിടെയുള്ള ഭക്തന്മാർ 80% നിരീശ്വരവാദികളാണ്. കർത്താവിന് സ്തോത്രം. പാപം എന്താണെന്ന് അറിയത്തില്ല. ഓശിയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ആമേൻ, അങ്ങനെ രാസ്താവിനെ കഴിഞ്ഞു കഴിയുമ്പോൾ ആമേൻ സോദോം ഗൊമോറ പോലെയുള്ളതായിരിക്കുന്ന സ്ഥലമായി ടെല്ലവീവ് മാറും. വിളിച്ചു പറഞ്ഞിട്ടില്ലേ കർത്താവിന്? അത് പോട്ടെ, അവിടെ നിൽക്കട്ടെ. അവൻ തനി സ്വഭാവം അവൻ പുറത്തെടുത്തു. 6-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആരായി മിദ്യാൻ? മിദ്യാൻ ജാതിയായിട്ടൊന്നും വന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഇസാക്ക് ജനിക്കുമ്പോൾ തന്നെ അബ്രഹാമിന് പ്രായം കുറേയായി. സാറാമറ്റി മരിച്ച ശേഷം അബ്രഹാം ഒരു വിവാഹം കഴിച്ചൊരു മിസ്രയീമ്യ സ്ത്രീ, അവരുടെ പേര് കെത്തൂറ. ഈ കെത്തൂറായിൽ ജനിച്ചു വളർത്തപ്പെട്ടതായിരിക്കുന്ന ഒരു തലമുറയാണ് മിദ്യാൻ.
എത്ര വിശ്വാസികളുടെ പിതാവാണെങ്കിലും ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്താൽ ആ തലമുറ ശപിക്കപ്പെടും. നോഹയ്ക്ക് ആ തലമുറയിൽ ദൈവത്തിന് കൃപ ലഭിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. 120 വർഷത്തിന് മുമ്പ് കൃപ ലഭിച്ചു. 85 വർഷത്തോളം പെട്ടകം പണിയും പ്രസംഗവുമായി നടന്നുകാരിക്കുന്ന നോഹയുടെ തലമുറ ജനിച്ചു. ആ തലമുറ ആമേൻ ഹല്ലേലൂയ ഹാം പാപം ചെയ്തു. കനാന്യൻ ശപിക്കപ്പെട്ടു. അവന്റെ തലമുറയായിരിക്കുന്ന അമോര്യർ ദൈവത്തിന് വിരോധമായ ഒരു ജാതിയായി വളർന്നു വന്നു. നോക്കണേ, പോയ പോക്ക് കണ്ടോ? ഇവരാരും ജാതികളായി സൃഷ്ടിക്കപ്പെട്ടതല്ല, വാക്തത്വമുള്ള പിതാക്കന്മാരുടെ തലമുറകളായിട്ട് ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. നോക്കണേ, വാക്തത്വ സന്തതിയായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് വിരോധമായി ഇപ്പോൾ എഴുന്നേൽക്കുന്നത് മിഥ്യാദി ശക്തികളാണ്. ഈ മിഥ്യാദി ശക്തികളെ കുറിച്ച് ഞാൻ വളരെ വിശദീകരിച്ച് ബൈബിൾ ക്ലാസ്സിൽ പ്രസംഗിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. മിഥ്യാദി ശക്തികൾ, മിഥ്യാദി ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഒരിക്കലും ഫലവത്താകുന്ന രീതിയിൽ മുമ്പോട്ട് വിടത്തില്ല. തീരുമാനങ്ങളെ ഒരിക്കലും ഉറപ്പിച്ചു നിർത്താൻ സംഗതിയാകാതെ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ തീരുമാനമെടുക്കും. പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥന ആശീർവാദം പറയുമ്പോൾ ഇന്നത്തെ പ്രസംഗത്തെ വരെ മറപ്പിച്ചു കളയുന്ന മിഥ്യാന്യ ശക്തികൾ, വെട്ടുക്കിളിയെ പോലെ പരന്നു വരുന്ന മിഥ്യാന്യ ശക്തി ഓർത്തോണം. ഇതാ മിഥ്യാന്യ ശക്തി. മിഥ്യാന്യ ഓരോ ഈവിൾ സ്പിരിറ്റിന്റെയും പുറകിൽ ഓരോ പാവ സ്വഭാവങ്ങളുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിനക്ക് അഭിവൃദ്ധി വരരുത്, ഒരിക്കലും നീ എടുത്ത തീരുമാനത്തിന്മേൽ ഉറച്ചു നിൽപ്പാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് വാദിക്കുന്ന മിഥ്യാന്യ ശക്തികൾ. അതുകൊണ്ട് 40 വർഷം ദെബോരയുടെ നേതൃത്വത്തിൽ ജനം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറി. ദെബോര മാറിയപ്പോൾ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് കടന്നു വന്നപ്പോൾ മിഥ്യാന്യ ശക്തികൾ അവർക്ക് നേരെ കടന്നു ചെന്നു. നമ്മൾ വായിക്കുന്നു, അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നു, മിദ്യാൻ ഇസ്രായേൽ മക്കളുടെ മേൽ ആധിപത്യം പ്രാപിച്ചു. എത്ര അർത്ഥവത്തായിരിക്കുന്ന ഒരു വചനം. And the hand of Midian prevailed against Israel. നോക്കണേ, prevailed against, അടക്കി വാഴുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തിയുടെ മേൽ ജയമെടുക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനം. എന്താ ഇവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം? നിന്നേക്കാൾ വലിപ്പവും പെരുപ്പമുള്ള ജാതികളെ നിങ്ങളുടെ കാൽക്കീഴാക്കി തരും, നീ എന്നെ ജയിക്കണം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള തലമുറ. യോശുവയോട് ദൈവം പറഞ്ഞു, നിന്റെ ആയുസ്സിൽ ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ജനത്തെ നോക്കിക്കൊണ്ട് യഹോവയെ ദൈവം പറഞ്ഞു, ഒരു കാലത്തും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, നിന്നെ ഞാൻ വിട്ടുകളയത്തില്ലെന്ന് വാഗ്ദത്തം കൊടുത്ത ജനം. പക്ഷെ മിദ്യാൻ they prevailed, ആധിപത്യം ഇസ്രായേൽ മക്കളുടെ മേൽ സ്ഥാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ കൂട്ടായ്മയ്ക്കകത്ത് കടന്നു വരുമ്പോൾ മാത്രം ആത്മീയത കാണിക്കുന്ന ഒത്തിരി വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ദാവീദ് കിന്നരം വായിക്കുമ്പോൾ സുബോധത്തോടിരിക്കുന്ന ശൗൽ കിന്നരം വായിച്ച് കിന്നര വായന കഴിഞ്ഞു കഴിഞ്ഞാൽ കുന്തവും കൊണ്ട് ദാവീദിന്റെ പുറകെ പോകും. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ആരാധന മധ്യത്തിൽ നല്ല വീറോടൊക്കെ ആരാധിക്കും, ഇറങ്ങിക്കഴിയുമ്പോൾ ആ പ്രസംഗിച്ച പാസ്റ്ററെ കുത്തിക്കൊണ്ടു പോകുന്ന ആളുകളുണ്ട്. പിന്നെ നിന്റെ മേൽ വ്യാപരിക്കുന്ന ശൗലിന്റെ മേൽ വ്യാപരിച്ച അതേ ആത്മാവ്. കർത്താവിന് സ്തോത്രം. ഇത് പരസ്യമായി പറയുന്നത് എനിക്ക് യാതൊരു സങ്കോചവുമില്ല. കർത്താവിന് സ്തോത്രം. ഒരു ആത്മീയ ശുശ്രൂഷ കഴിഞ്ഞ് ആ സഭ നടത്തുന്ന ദൈവദാസനെതിരായിട്ട് തന്നെ പണി. നിന്റെ മേൽ വ്യാപരിക്കുന്ന കിന്നരം വായിക്കുമ്പോൾ ദൈവദാസന്മാർ ഇന്ന് സാക്ഷ്യവാചകം ഇന്ന് ദൈവദാസിൽ കൂടെ കേട്ട ആലോചന എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു, എന്നെ ഇളക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആലയത്തിന്റെ പടിവാതിക്കൽ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം കുത്തുന്നത് ഈ പുള്ളിക്കിട്ട. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ കിന്നരം വായിക്കുമ്പോൾ ഭൂതം വിട്ടുപോകുന്നത് പോലെ ഒരു ആത്മീക മേഖലകൾക്കകത്ത് സുബോധം വരും. ഈ ആത്മീക മേഖല വിട്ടുകളയുമ്പോൾ മിഥ്യാന്റെ ആധിപത്യം അവന്റെ മുന്നിൽ കാണും. തീരുമാനങ്ങളെ മാറ്റിമറിക്കുന്ന അന്യായ ശക്തി. ഇതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ?
ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം കൊടുത്ത ദേശത്ത് ഒരു പാർക്കുകയെ. പക്ഷെ ഇപ്പൊ ഈ പുള്ളിക്കാരന്മാര് പർവ്വതങ്ങളിലെ ഗുഹകളിലും ഗഹുരങ്ങളിലും പാർക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ നിവർത്തിയില്ലാതെ വെട്ടുക്കിളിയെ പോലെ ഇറങ്ങി വന്ന വിദ്യാർത്ഥി ശക്തികൾ അവരുടെ ഒട്ടകത്തിന്റെ നിര തന്നെ കാണുമ്പോൾ ഭയചകിതനായി അകത്തെ കൊളിക്കാൻ വിധിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സമൂഹമായി അതപ്പതിച്ച ഇസ്രായേൽ ജനത. വിശദീകരിക്കാൻ പോയാൽ അവൻ എന്താ പറയുക, അവർ പർവ്വതങ്ങളിലെ ഗഹുരങ്ങളും ഗുഹകളും ദുർഗങ്ങളും ദേശത്ത് നെഞ്ചു വിരിച്ച് പാർക്കേണ്ട ജനമായി വരും. നിനക്കെതിരായി കടന്ന സകല ശത്രുക്കളെ ഞാൻ നിന്നെ കാൽ കീഴാക്കി തരും എന്ന് പറഞ്ഞ കർത്താവിന് സ്തോത്രം. സകലാമിന് അവന്റെ അടിപ്രകാരം സൗഖ്യം വരുത്തി തന്നിരിക്കുന്നു എന്ന് പ്രസ്താവിച്ച പെന്തക്കോസ്തുകാരുടെ നീണ്ട നിരയ ഹോസ്പിറ്റൽ വരാന്തകളിൽ മുഴുവനും. നോക്കണേ, കർത്താവിന് സ്തോത്രം. ഇതെന്താ സംഭവിച്ചെന്നറിയാമോ? മിഥ്യാനി ശക്തിയുടെ ആധിപത്യം നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിലനിൽപ്പാൻ ബുദ്ധിമുട്ടാണ്. എവിടെയാ പാർക്കുന്നറിയാമോ? നെഞ്ചുവെച്ച ദേശത്ത് വിതച്ചു കൊയ്ത കണപ്പുരകളെ കൂട്ടിവെക്കാൻ അവൻ ദൈവത്താൽ ഉള്ളതായിരിക്കുന്ന അനുഗ്രഹവും അവൻ വാഗ്ദത്തം ലഭിച്ച ജനം ഒതുങ്ങി അവൻ പർവ്വതങ്ങളിലെ ഗഹുരങ്ങളിലും. അത് കാരണമുണ്ട്. പർവ്വതങ്ങളിലെ ഗഹുരങ്ങൾ, ഗുഹകൾ. അടുത്ത് നമ്മൾ വായിക്കുന്നത് ഗുഹകളിലും ദുർഗങ്ങളിലും അവർ എന്ത് ചെയ്യുന്നറിയാമോ? അവരെ ശരണമാക്കി. എന്തേ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ ശരണമാക്കേണ്ടതായിരിക്കുന്ന ഒരു ജനത്തെ നോക്കണേ. കോഴിന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ വീടിൽ മറയ്ക്കുന്നത് പോലെ എന്റെ ജനത്തെ ചിറകിന്റെ നിഴലിൽ മറയ്ക്കുവാനൊക്കെ എത്ര പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു എന്ന് യഹോവയെ ദൈവം പറയുമ്പോൾ കർത്താവിന് സ്തോത്രം. ആമേൻ. പഴയ കാലഘട്ടത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ അടവെച്ചിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കുമ്പോ പരുന്തും റാഞ്ചൻ പക്ഷികളും ഇറങ്ങി വരുമ്പോൾ ഈ തള്ളക്കോഴി പുറപ്പെടുവിക്കുന്ന ശബ്ദം കേൾക്കുമ്പോ എത്ര തിരക്കുള്ളതായിരിക്കുന്നു, എത്ര നല്ല ആഹാരം കൊത്തി തിന്നുകൊണ്ടിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളും അത് വിട്ടിട്ട് ഓടി വന്ന് ഈ തള്ളക്കോഴിയുടെ ചിറകിന്റെ കീഴിൽ അഭയത്തിനായി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില പുള്ളിക്കാരന്മാരുണ്ട്, ഈ ശത്രുവിനെ ഒന്ന് കാണാൻ വേണ്ടി തള്ളക്കോഴിയുടെ മുകളിൽ കയറുന്ന കോഴിക്കുഞ്ഞുണ്ട്. അമ്മമാര് പറയും, എടാ നിന്റെ കാര്യം പോക്ക. കർത്താവിന് സ്തോത്രം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവളർന്ന. ഞാനൊരു പഴമക്കാരനാണ്, പഴയ ഒരാളാണ്, പഴയ മണ്ണാണ് എന്റെ ശരീരം. അതുകൊണ്ടാണ് ഈ ഉദാഹരണം പറയുന്നത്. കുഞ്ഞെ ചെറുകടിക്കുള്ളിൽ ഒളിക്കാതെ കവരണം. ദൈവം നിന്നോട് ദൃഷ്ടിച്ചിരിക്കുമ്പോൾ ഒരു അപകട സൂചന വാക്തത്വമായി ഒരു ദൂതായി നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരുമ്പോൾ നീ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. എത്ര ആപത്തുകൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും ഒഴിഞ്ഞുകൊണ്ടിരുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്ന് അപകട സൂചന അറിയിക്കുന്ന പ്രവാചകന്മാർ നമ്മുടെ സമൂഹത്തിൽ തന്നെ കുറഞ്ഞുപോയി. അങ്ങനെ ഒരു വെളിപ്പാട് കിട്ടുന്നതായിരിക്കുന്ന പ്രവാചകന്മാരുടെ എണ്ണം നമ്മുടെ ജീവിതത്തിൽ വിരളമായി. ഇപ്പോഴത്തെ പ്രവാചകന്മാരെല്ലാവരും 2 നിലയും 3 നിലയും 5 നിലയും ഓടിക്കാറും മെഴ്സീസുകാരും മഞ്ഞു പെയ്യുന്ന സ്ഥലമൊക്കെ പ്രവചിക്കാൻ ഇത്ര പ്രവാചകന്മാരുണ്ട്. പക്ഷേ അപകട സൂചനകളും മുന്നറിയിപ്പുകളും തരുന്ന പ്രവാചകന്മാരുടെ എണ്ണം വിശ്വാസ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ അടയാളമാണ് ഈ ആത്മീയ ശൂന്യത നമ്മുടെ സംഭവിച്ചിരിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ദേശത്ത് വിതച്ച് കൊയ്ത് കളപ്പുരയിൽ കൂട്ടിവെക്കേണ്ട ഈ ജനം ഗഹുരങ്ങളിലും ദുർഗങ്ങളിലും ആമേൻ ഗുഹകളിലും പാർക്കേണ്ട ഗതികേട് വന്നു. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു മനുഷ്യൻ വിതയ്ക്കുന്നു, വളർത്തുന്നു, കൊയ്യുന്നു, വെടിക്കുന്നു. അവന്റെ ബലഹീനത അവന് തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ട് ശത്രു കാണാതിരിക്കത്തക്ക നിലവാരത്തിൽ അവൻ മെതിക്കുന്നത് ഒരിക്കലും പഴയ നിയമപ്രകാരം പ്രൈസ് ദി ലോർഡ് മുന്തിരിച്ചക്കിനരികെ ഒരു മെതി നടക്കത്തില്ല. പക്ഷെങ്കിൽ
ഈ മുന്തിരിച്ചക്കിനരികെ ശത്രു വരത്തിലവരുടെ ബലഹീനതകളെ മനസ്സിലാക്കി മുന്തിരിച്ചക്കിനെ മറയാക്കിക്കൊണ്ട് മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ജനസമൂഹത്തിന്റെ ബഹുഭൂരിപക്ഷവും ഗഹുരങ്ങളിലും ഗുഹകളിലും ഗർത്തങ്ങളിലും അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ദേശത്തിരുന്ന് വിതയ്ക്കുന്നു, കൊയ്യുന്നു, അവൻ മെതിക്കുന്നു, കളപ്പുറയിൽ കൂട്ടിവെക്കാൻ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ ഇങ്ങനെ പറയുന്നു, വാക്കും ഭാഷണവും ഇല്ലാതെ പറയുന്നു, കഴിഞ്ഞ ആണ്ടുകളിൽ എന്റെ നന്മ ശത്രു കൊണ്ടുപോയെങ്കിൽ ഈ ആണ്ടത്തെ നന്മ ഞാൻ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. കഴിഞ്ഞ ആണ്ടുകൾ ക്രൂരത അപകരിച്ചു കൊണ്ടുപോയെങ്കിൽ ഈ ആണ്ടിന്റെ അനുഭവം ഒരിക്കലും അതേ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഒരു മനുഷ്യൻ മുന്തിരിച്ചക്കിനരികെയിരുന്ന് മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതനിറങ്ങി. ബൈബിളുകളെ പഠിപ്പിക്കുന്നു, ദൈവം സ്വർഗത്തിൽ നോക്കുന്ന വിശ്വസ്തന്മാർ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ. ആരെയും കണ്ടില്ല. പക്ഷെങ്കിൽ ദൂതൻ കരുവേലകത്തിന്റെ ചൂട്ടിൽ ഇരിക്കുമ്പോൾ ഗഹുരങ്ങളിലും ഗുഹകളിലും ഗർത്തങ്ങളിലും പാർക്കാൻ വിധിക്കപ്പെട്ടതായ ഭൂരിപക്ഷത്തെ വെല്ലുന്നതായിരിക്കുന്ന നിലകളിൽ ഇതാ ചങ്കൂറ്റത്തോടൊരു മനുഷ്യൻ കളപ്പുരയിൽ നിന്നും വെതിക്കുകയാണ്. അവന്റെ അരികിൽ കടന്നു വന്നിട്ട് പറയുകയാ, നിന്റെ ഗോത്രം മനശ്ശെ ഗോത്രമാ. ആമേൻ. യാക്കോബ് നിന്നെ അംഗീകരിച്ചില്ല, ലോകം നിന്നെ അംഗീകരിച്ചിട്ടില്ല, ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾ നിന്നിൽ നിന്നും അപകരിച്ചു കൊണ്ടുപോയി. സത്യത്തിനും യാഥാർത്ഥ്യത്തിനും വേണ്ടി നിന്നതുകൊണ്ട് ഈ യാക്കോബ് തന്നെയാണ് ലേവിയെയും ശിമിയോനെയും കയറി അങ്ങ് ശപിച്ചു കളഞ്ഞെന്ന്. ആമേൻ. ലേവിയും ശിമിയോനും പ്രൈസ് ദി ലോർഡ് അവരുടെ സാഹസത്തിന്റെ ആയുധങ്ങൾ ജീവനുള്ള കാലത്ത് അവരുമായി ഞാൻ കൈ കൊടുക്കത്തില്ല, അവരുമായി ഞാൻ കൂട്ടായ്മ ആചരിക്കത്തില്ല, എന്റെ അന്തരത്തോട് ചേരത്തില്ലെന്ന് പറഞ്ഞ് ആമേൻ അവരെ ശപിച്ചവയ്ക്കൂട്ടി യാക്കോബ്. പക്ഷേ മോശെ വരുന്ന കാലഘട്ടത്തിൽ ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ സ്തോത്രം അവനെ ശപിച്ചവയ്ക്ക് വിട്ട യാക്കോബ് ഒരു തത്തുല്യമായി മോശ അവനെ രണ്ട് കൈ കൊണ്ട് മാറുവാട് ചേർത്തിട്ട് പറയുക, ആമേൻ ഇതാ വെളിപ്പാടും സത്യവും ഈ ജനത്തെ ഞാൻ കൊടുക്കുകയാ, ഈ ഗോത്രത്തെ ഞാൻ കൊടുക്കുകയാ. ആമേൻ. ഇന്ന് രാത്രികാലം മനുഷ്യൻ ശപിച്ചവയ്ക്കുന്നത് ദൈവം അംഗീകരിക്കുന്നെങ്കിൽ അതാ പ്രധാനം. വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. Let everyone reject you, dear. ദൈവം നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് മതി. കരുവേലകത്തിന്റെ കീഴിലിരിക്കുന്നതായിരിക്കുന്ന ദൂതൻ ഗിദെയോനോട് സംസാരിക്കുക, യു ആർ എ റിജക്റ്റഡ് പേഴ്സൺ, ഐ നോ ഇറ്റ്. യാക്കോബ് നിന്നെ അനുഗ്രഹിക്കാണ്ട് പൂർവ്വപിതാക്കന്മാർക്ക് മറന്നുപോയി, നിന്നെ റിജക്റ്റ് ചെയ്തു. പക്ഷേ ഈ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന് ഒരുത്തനെ നോക്കി വിളിക്കാണ്ടൊക്കെ വണ്ണം കഴിയാത്ത ഒരു വിളി ദൂതനായി ഇറങ്ങിയെങ്കിലും ആ വേദഭാഗം വായിക്കുമ്പോൾ യഹോവയായ ദൈവം തന്നെ ഗിദെയോനോട് സംസാരിക്കുക, പരാക്രമശാലിയെ, ഓൾമൈറ്റി മാൻ ഓഫ് ഗോഡ്. ഗിദെയോൻ പറയ, ഞാൻ എന്തോ ചെയ്തത്? കർത്താവിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 8-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. എഫ്രൈമ്യർ മുഴുവൻ ഗോത്രങ്ങളുമായി കടന്നു വന്ന് ഈ ഗിദെയോനോട് യുദ്ധത്തിന് വേണ്ടി കടന്നു സമാനമായി കടന്നു വന്നിട്ട് ചോദിക്കുക, നീ യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? ഗിദെയോൻ പറയുന്നത്, എനിക്കൊരു മൈറ്റി എന്നുള്ള വിളിക്ക് യോഗ്യതയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എഫ്രൈമ്യരുടെ ദൈവമൻ ഗിദെയോൻ പറയുകയാണ്, അയ്യോ നിങ്ങളൊക്കെ ചെയ്ത് തട്ടിച്ചു നോക്കുമ്പോൾ ഞാൻ ചെയ്ത് എന്തുവാ ഉള്ളത്? ആകെക്കൂടെ എന്റെ നിലത്തെ ഞാൻ സുരക്ഷിതമായി സൂക്ഷിച്ചു. ഞാനതിന് ചുറ്റും വേലി കെട്ടേണ്ടതിന് ദൈവത്തിന്റെ സന്നിധിയിൽ ശരണത്തിനായി കടന്നു ചെന്നു. എല്ലാവരും ഗഹുരങ്ങളിലും ഗർത്തങ്ങളിലും തുകകളിലും അഭയം ചൊല്ലിയപ്പോൾ ഞാൻ എന്റെ ദൈവത്തിൽ ശരണപ്പെട്ടു. അതേ ഉള്ളൂ എന്റെ വ്യത്യാസം. പ്രിയമുള്ളവരെ, എഫ്രൈമ്യരുടെ ഗോത്രത്തിന്റെ സകല സംവിധാനങ്ങളും യുദ്ധപരമായി കടന്നു വന്നതായിരിക്കുന്ന സകല മേഖലകളെയും തച്ചുടച്ചുകൊണ്ട് അവരുടെ വായ അടക്കി നിർത്തി. ആര്? ഗിദെയോൻ. ഒരൊറ്റ വാക്കുപോലും മറുത്തരം പറയാൻ നിവൃത്തിയില്ലാതെ ഗിദെയോൻ അവരെ ഒതുക്കി നിർത്തുവാന്റെ കൂടെ ഇടയായി. കർത്താവിൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഗിദെയോനെ,
മിദ്യാന്യർ വെട്ടുക്കിളിയെപ്പോലെ ഒട്ടകത്തിന്റെ അങ്ങ് സംഖ്യ എടുത്താൽ എന്നെ തിട്ടപ്പെടുത്തുവാൻ നിവൃത്തിയില്ലാത്തായിരിക്കുന്ന സാഹചര്യം അവിടെ നിങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. വെട്ടുക്കിളിയർ ഒരു ദേശത്തിറങ്ങി വന്നാൽ, കഴിഞ്ഞ ആണ്ടുകളിലൊക്കെ ഈ സൗദി അറേബ്യയിലും യമന്റെ തീരത്തൊക്കെ ഒത്തിരി വെട്ടുക്കിളികൾ ഇറങ്ങി. കണ്ടത് പാടങ്ങൾ ഒരു ശേഷിപ്പ് ഒരു തല പോലും ശേഷിപ്പിക്കാതെ വെട്ടിക്കളഞ്ഞതിനെ പൂർണ്ണമായിട്ടും മരുഭൂമി തുല്യമാക്കി മാറ്റിക്കളഞ്ഞു. ചിത്രങ്ങൾ ഞാൻ കണ്ടു. മിദ്യാന്യ ദേശത്ത് വെട്ടുക്കിളിയെപ്പോലെ ഇറങ്ങി വന്നിരിക്കുന്ന ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ട് യഹോവയായി ദൈവം പറയുക, നീ ഈ ബലത്തോടെ പോ. യഹോവയോട് ചോദിക്കുന്നു, നീ ഏത് ബലത്തോടെ പോകാൻ? എന്റെ കയ്യിൽ എന്താ ഉള്ളത്? എന്റെ കയ്യിൽ എന്തോ ഉള്ളത്? കുഞ്ഞെ, ദൈവം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ അതാണ് എന്റെ ബലം. ഹന്ന 2 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കുന്നില്ലേ, എന്റെ എന്റെ യഹോവയാൽ എന്റെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. ദൈവം എന്റെ പക്ഷത്തുണ്ടെങ്കിൽ. ഇന്ന് ഈ രാത്രികാലം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാർ ഓർത്തുകൊള്ളണം, നമ്മൾ എടുത്തതായിരിക്കുന്ന വേദഭജനം ഇതാണ്. പ്രൈസ് ഗാഡ്. കൊരിന്ത്യർക്കിന്റെ 1-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം, കുലഹീനമായതിനെ ദൈവം തിരഞ്ഞെടുത്തു. എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഗിദെയോൻ പറയുന്ന യുദ്ധതന്ത്രങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് എനിക്കില്ല. ഒരു മിദ്യാന്യ ശക്തികൾ അവിടെ 3 തരത്തിലുള്ളതായിരിക്കുന്ന ആളുകൾ വരുന്നു. അമാലിയക്കര്, കിഴക്ക് ദേശക്കാര്, മിദ്യാന്യർ. വാസ്തവത്തിൽ ഈ 3 ദേശക്കാരെ കൊണ്ടും ഒരു ക്ലാസ്സിൽ തന്നെ പഠിക്കേണ്ട കാര്യമാണ്. ഇവരുടെ ആക്രമണങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തതാണ്. ഒന്ന്, മുമ്പിൽ കൂടെ കടന്നു വരുന്നതായിരിക്കുന്ന മിദ്യാന്യ ശക്തി. അമാലിയക്കർ ഒരിക്കലും ഒരു മുമ്പിൽ കൂടെ കടന്നു വരത്തിൽ പുറകിൽ കൂടെ ആക്രമിക്കുന്ന. എന്നാൽ കിഴക്ക് ദേശക്കാരുടെ സ്വഭാവമുണ്ട്. അവർ മലയിടുക്കുകളിൽ ഒളിച്ചിരുന്ന് പതിയിരുന്ന് ഇരുട്ടടി കൊടുക്കുന്ന സ്വഭാവമാണ് ഈ കിഴക്ക് ദേശക്കാരുടേത്. എങ്ങനെയാണ് ശത്രു നമ്മെ കീഴ്പ്പെടുത്തുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലകളിൽ മുമ്പിൽ കൂടെയും പുറകിൽ കൂടെയും ശത്രുവിന്റെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗിദെയോൻ പറയുക, എനിക്കൊരു മനുഷ്യനെ, ഞാൻ ഒറ്റ മനുഷ്യൻ. യഹോവയെ ദൈവം പറയും, നീ ബലത്തോടെ പോകാം. വെട്ടുക്കിളിയെ പോലെ ഇറങ്ങി വന്നിരിക്കുന്ന സംവിധാനത്തെ നടുവിൽ നിന്നുകൊണ്ട് നിനക്ക് നിലത്തെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവമേ. വിതയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവമേ. കിളിർപ്പാനിടയായിട്ടുണ്ടോ? ഉണ്ട് ദൈവമേ. വളർച്ചവരെ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ട് ദൈവമേ. കതിര് വരുന്നവരെ നിനക്ക് സൂക്ഷിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ട് കർത്താവേ. ആ കതിരിനെ ഒരു കൊതിര് പോലും ശത്രുവിന്റെ പാളയത്തിൽ പോകാതെ സൂക്ഷിപ്പാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? യെസ്, ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. അതിനെല്ലാം കൂടെ അരിഞ്ഞതിന്റെ കളപ്പുരയ്ക്കകത്ത് കൊണ്ടുവരുവാനൊക്കെ വേണം, മെതിരത്തെ കൊണ്ടുവരുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതിന് തത്തുല്യമായിരിക്കുന്ന ഒരു വാക്പ്രയോഗം 23-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് ഉപയോഗിക്കുന്നു. എന്റെ ശത്രുക്കൾ നോക്കി നിൽക്കേ, എന്റെ ശത്രുക്കൾ കാണെ, നീ എനിക്ക് മേശയൊരുക്കുന്ന ദൈവമാണ്. എന്താ ചോദിച്ചത്? എന്താ പറയാൻ കാരണമെന്നറിയാമോ? ഇസ്രായേൽ മക്കൾ പണ്ട് മരുഭൂമിയിൽ വെച്ചൊരു ചോദ്യം ചോദിച്ചു ദൈവത്തോട്, നിനക്ക് മരുഭൂമിയിൽ ഞങ്ങൾക്ക് മേശ ഒരുക്കാൻ കഴിയുമോ? ലോക മനുഷ്യൻ ഏത് കാലഘട്ടത്തിൽ, ഇസ്രായേൽ ജനം ഏത് കാലഘട്ടത്തിൽ ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ദൈവത്തിന് മറുപടി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദാവീദ് പറയുന്നു, എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്കൊരു മേശ ഒരുക്കുന്നു എന്നാ. എന്റെ ശത്രുക്കളിൽ നിന്ന് പരാപരം രക്ഷപ്പെട്ടു പോയതല്ല. ഗിദെയോൻ പറയുന്നു, ശത്രുക്കളിൽ നിന്നും എന്റെ ഒരു മണി, ഞാൻ എന്റെ വിടർത്തന്റെ വയറിൽ നിന്നും ഒരു മണി പോലും മിദ്യാന്യരുടെയും അമാലിയക്കാരുടെയും കിഴക്ക് ദേശക്കാരുടെയും കളപ്പുരയിൽ പോകാതെ എന്റെ മെതിസ്ഥലത്ത് കൊണ്ടുവരുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതി ഗിദെയോനെ, ഈ ബലത്തോടെ നീ പോകും. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ഈ ഗിദെയോനെ ദൈവം സജ്ജമാക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ, ചില തെളിവുകളൊക്കെ ദൈവം തമ്പുരാൻ മുമ്പിൽ നിർത്തി വെക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ തെളിവുകളുടെ അടയാളമായി പരിണമിക്കാതെ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചേച്ചാൽ മതി. അത്രയും ബലഹീനനായിരിക്കുന്ന ഒരു മനുഷ്യന്
അത്രത്തോളം ദൈവത്തിങ്കിൽ ഒരു ഉറപ്പ് വേണമായിരുന്നു. അതായിരുന്നു തുകലിന്റെ 2 പ്രൈസ് ദി ലോർഡ് ആമേൻ ദൈവസന്നിധിയിൽ വെച്ചതായിരിക്കുന്ന ചില അടയാളങ്ങൾ. ഇത് അനുഭവിച്ചറിഞ്ഞ ഭക്തൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആമേൻ, എന്റെ ശത്രു കണ്ടു ലജ്ജിക്കേണ്ടതിന് എനിക്ക് നന്മയ്ക്കൊരു അടയാളം തരണം. ഇന്ന് രാത്രി ദൈവമക്കൾ ഒന്ന് പറഞ്ഞാട്ട്, എന്റെ ശത്രു കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കൊരു അടയാളം. ആ തുകലിന്റെ കഥയിലേക്ക് ഞാൻ പോയാൽ സമയമൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. ആ തുകലിന്റെ 2 സംഭവങ്ങളും ദൈവമക്കൾ വിശദീകരിച്ച് പഠിക്കേണ്ടതാണ്. ഒരൊറ്റ കാര്യം ചുരുക്കി ഞാൻ പറയട്ടെ, നമ്മുടെ ബലഹീന മനസ്സുകളെ ബലപ്പെടുത്തുവാൻ ചില അടയാളങ്ങൾ ചോദിക്കുന്നതിൽ തെറ്റില്ല. ആമേൻ. നിങ്ങൾ പറയുന്നു, എന്റെ ശത്രു കണ്ടു ലജ്ജിക്കേണ്ടതിന്. ആമേൻ. നമ്മുടെ ശത്രുക്കൾ നമ്മളെ ഏതെല്ലാം രീതിയിൽ ഒതുക്കിയിട്ടുണ്ടോ, നമ്മുടെ സാമ്പത്തികമായി, ശാരീരികമായി, നമ്മുടെ മാനസികമായി, നമ്മുടെ ആത്മീകമായി, നമ്മുടെ തലമുറകളുടെ വിഷയങ്ങളുമായി, നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതികളായി, നമ്മുടെ ഏതെങ്കിലും സാഹചര്യങ്ങളായി നമ്മെ ഒരിക്കലും പുറത്തു വരാൻ സമ്മതിക്കാതെ വണ്ണം ഗർഭങ്ങളിലും ഗർത്തങ്ങളിലും ഗുഹകളിലും പാർപ്പിക്കാൻ അവൻ മുഖം കുടിക്കുന്ന ഏതെങ്കിലും സാഹചര്യം വന്നെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പോടെ പറ, എന്റെ ശത്രു കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കൊരു അടയാളം എനിക്ക് തരണം. പ്രാർത്ഥിക്കാൻ പറ്റുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുമ്പോട്ട് കടന്നു പോകട്ടെ. ജനത്തെ സജ്ജമാക്കി യുദ്ധത്തിനു വേണ്ടി മിദ്യാന്യ ശക്തികളെയും അമാലേക്കരെയും കിഴക്ക് ദേശക്കാരെയും തുരത്തണമെങ്കിൽ ഗിദെയോൻ കണക്ക് കൂട്ടി നോക്കി, എന്റെ കൂടെ നിൽക്കാൻ കൊള്ളുന്നവൻ എത്രയെണ്ണം കണക്ക് കൂട്ടി നോക്കി. പുറപ്പെടാൻ 10% മനസ്സോട് ഇറങ്ങിച്ചെല്ല. ഒത്തിരി ജീവിതങ്ങളെ കണ്ടു. 32,000 പേർ ഗിദെയോനോട് പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് വരാം. പക്ഷെ ഒരു രഹസ്യം ഞാൻ ലാസ്റ്റിൽ പറയാം. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ 32,000 പേരും ഇറങ്ങി വന്നപ്പോഴും ഗിദെയോന്റെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ട്. ആ കണക്കൂട്ടൽ എന്താണെന്ന് ആ വചനത്തിന്റെ ഭാഗത്തോടെ ഞാൻ വിശദീകരിക്കാം. എന്നിട്ട് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവിന്റെ സ്തോത്രം. 32,000 പേര് ഇറങ്ങി വന്നപ്പോൾ ആരെയും പിണക്കണ്ട എന്ന് വിചാരിച്ച് വിളിച്ചതായി ഗിദെയോൻ, അല്ലാതെ ആവശ്യമുണ്ടായിട്ട് വിളിച്ചതല്ല. ആരെയും പിണക്കണ്ട. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെയാണല്ലോ. ആരെയും പിണക്കണ്ട എന്ന് വിചാരിച്ച് പലർക്കും പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കും, പ്രസംഗിക്കാൻ അവസരം കൊടുക്കും, ലീഡ് ചെയ്യാൻ അവസരം കൊടുക്കും. ആരെയും പിണക്കണ്ടില്ലാതെ ആത്മിക ഒന്നും നോക്കിയൊന്നുമല്ല. കമ്മിറ്റി മെമ്പർ ആക്കും, സെക്രട്ടറി ആക്കും, ഒക്കെ ആക്കും എന്ന് പറഞ്ഞതുപോലെ ഗിദെയോനും പറഞ്ഞു, ആരെയും പിണക്കണ്ട എന്ന് കരുതി വിളിച്ചപ്പോ 32,000 എണ്ണ ഇറങ്ങി വന്നു. ദൈവം പറഞ്ഞു, എന്റെ കുഞ്ഞെ, നീ മാറ്റി നിർത്തിയാൽ ജനം നിനക്ക് 2 ചേരിയായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു വേർതിരിവ് ഉണ്ടാക്കാൻ പോവുക. ഭയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ വിനീതമായിട്ട് ചെന്ന് ഗിദെയോൻ പറയുകയാണ്, യഹോവ ഇപ്രകാരം പറഞ്ഞു, ഭയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ, ഞങ്ങൾ യുദ്ധമൊക്കെ പോയിട്ട് ജയിച്ചിട്ട് വരാം. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ കുറ്റം പറയത്തില്ല. നിങ്ങൾ ഇത്തിരി ഭയമുള്ളവരാണ് ഇരിക്കാൻ. അപ്പോൾ നമ്മളെ പിണക്കം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥതയോട് ഈ ഗിദെയോൻ ചെയ്യുന്ന ചില പദ്ധതികളാണ്. കർത്താവിന്റെ സ്തോത്രം. അത് കേട്ടപ്പോൾ നോക്കണേ, ചടചടാചടാന്നൊരു പോക്ക്. 22,000 എണ്ണം എവിടെ പോയെന്നറിയാമോ? നിലത്ത് നിന്നില്ല, ഗുഹകളിലേക്കും ഗഗുരങ്ങളിലേക്കും ഗർത്തങ്ങളിലേക്കും മടങ്ങിപ്പോയി. ഈ 10,000 എണ്ണത്തെ കണ്ടപ്പോൾ ഗിദെയോന്റെ മനസ്സിൽ കണക്ക് വെച്ചിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. അത് അവസാനം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗിദെയോൻ കണക്ക് കുട്ടിയുടെ ഇവന്മാരെ കൊണ്ടുപോയാലും പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. കാരണം പ്രാർത്ഥിക്കാത്തവരെ കൊണ്ടുപോയ വല്ല കാര്യം നടക്കും. അപ്പോൾ പിന്നെയും യഹോവയെ ദൈവം ഇടപെട്ടു. നോക്കണേ, ഗിദെയോന് വേണ്ടി ദൈവം അങ്ങ് ഇടപെടുകയാണ്. ഒരു ടെസ്റ്റ് നടത്തി. കർത്താവിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വെള്ളത്തിൽ കൂടെയുള്ള ടെസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഈ വെള്ളത്തിന് വലിയ വ്യാഖ്യാനമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ വെള്ളം കണ്ടാൽ അതിനകത്ത് കിടക്കുന്നവരെ അവൻ കിടക്കട്ടെ.
നിന്ന് കുടിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ കൊണ്ട് മാറ്റി നിർത്തുക. ചില പുള്ളിക്കാരന്മാർ അങ്ങനെയാ, ഈ ഭൗതിക നന്മയ്ക്ക് വേണ്ടി മാത്രം കൂട്ടായ്മയ്ക്ക് വരുന്നവരുണ്ട്. കർത്താവിന് സ്തോത്രം. നീ പരാജയപ്പെട്ടവനാ. കർത്താവിന് ഈ ഭൗതികമായിരിക്കുന്ന ചോർച്ച സംഭവിക്കുമ്പോൾ നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞവന് പാട്ടിന് പോകും. യൂദാ കെട്ടിഞ്ഞാന്ന് ചത്തത് വെറുതെ ഒന്നുമല്ല, ഇനി കൈക്കാശ് കയ്യിലില്ലല്ലോ, അതും കൂടെ കരുതിയ യൂദാ പറഞ്ഞു ഇനി എന്റെ ഭാവി കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഈ പണത്തിന് വേണ്ടിയും സൗഖ്യത്തിന് വേണ്ടിയും ഗൾഫിൽ പോകാനും അമേരിക്കയിൽ പോകാനും യൂറോപ്പിൽ പോകാനും ഒത്തിരി എണ്ണം കൂട്ടായ്മയ്ക്കകത്ത് കടന്നു വരും. നിന്നെ കൊണ്ട് ഒരു ഗുണവുമില്ല. കർത്താവിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ വെള്ളത്തിൽ കൂടെ കടത്തിവിട്ടപ്പോൾ ഈ 10,000-നകത്ത് 9,700 എണ്ണം അവിടെ അങ്ങ് കിടന്ന് കുടിക്കാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, കിടക്കുന്നവൻ വെള്ളത്തിൽ കിടക്കട്ടെ. പട്ടി നക്കി കുടിക്കുന്നത് പോലെ നക്കി കുടിക്കുന്നവൻ ട്രെയിൻഡ് ആയിരിക്കുന്ന 300 എണ്ണത്തെ ഗിദെയോൻ വേർതിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതായിരുന്നു ഗിദെയോന്റെ കണക്ക് കൂട്ടൽ. ഇതിനിടയ്ക്ക് കുറെ സംഭവം നടക്കുന്നുണ്ട്. അവന്റെ ഭവനത്തിലൊരു ശുദ്ധീകരണം നടക്കുന്നുണ്ട്. ബാലിന്റെയും അത് ആ ഭാഗത്തേക്ക് ഞാൻ ഇന്ന് രാത്രി പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ്. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഗിദെയോൻ ഇറങ്ങിയപ്പോഴേ കണക്ക് കൂട്ടിയത് 300 എണ്ണത്തെയാ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയവന്മാരുടെ ഒന്നിന്റെയും കയ്യിൽ കുണമില്ല, പന്തമില്ല, കാകളമില്ല. ഗിദെയോൻ കരുതിയത് 300 കാകളമേ ഉള്ളൂ. ഗിദെയോൻ കരുതിയത് 300 കുടമേ ഉള്ളൂ. ഗിദെയോൻ കരുതിയത് 300 പന്തമേ ഉള്ളൂ. ഈ പോയവന്റെ ഒന്നും കയ്യിൽ ഇതില്ല. പക്ഷെ ജനം നോക്കിയപ്പോൾ കയ്യിലിരിക്കുന്ന കാഹളത്തെ മിദ്യാന്റെ ശക്തികൾക്കും അമാലിയക്കാർക്കും കിഴക്കുദേശക്കാർക്കും വെളിപ്പെട്ടത് ഗിദെയോന്റെ വാള. അയ്യോ, അത് വിശദീകരിക്കുന്നില്ല. കർത്താവിന്റെ സ്തോത്രം. നോക്കണേ, എന്നാൽ ഗിദെയോൻ പറയുന്നത്, എന്റെ കുഞ്ഞെ, ഗോതമ്പ് അത് അറുക്കാനല്ലാതെ ഞാൻ ഇന്ന് വരെ വാള് ഉപയോഗിച്ചിട്ടില്ല. ഇതുവരെ ഞാൻ വാള് പ്രയോഗിച്ചിട്ടില്ല. നിന്റെ കയ്യിലിരിക്കുന്ന കാഹളത്തെ ശത്രുവിന് പകൽ വാളായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവമുണ്ടല്ലോ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ 300 പേരുടെ കയ്യിൽ ഓരോ വെറും കുടം കൊടുത്തോ. ആ വെറും കുടത്തിനകത്തൊരു പന്തം, മറ്റേ കയ്യിൽ ഒരു വാട് കൊടുത്തു, അവൻ കാഹളം കൊടുത്തു. കർത്താവിന്റെ സ്തോത്രം. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സമയത്തിന്റെ പരിധികൾ കഴിഞ്ഞത് കൊണ്ട് ഞാൻ അത് ചുരുക്കുകയാണ്. മനശ്ശെ ഗോത്രത്തിൽപ്പെട്ട് യാക്കോബ് തിരസ്കരിച്ചതായിരിക്കുന്ന ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ, പ്രൈസ് ദി ലോർഡ്, കൊരിന്ത്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ബലഹീനമായതിനെ കുലഹീനമായതിനെ ദൈവം തിരഞ്ഞെടുത്തത് ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന്. എന്നാൽ വിശ്വാസവീരന്മാരുടെ പ്രവാചക ശ്രേഷ്ഠന്മാരുടെ പട്ടിക എടുത്തുദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, ഹല്ലേലൂയ. ഗിദെയോൻ ഒന്നാമത്തെ പേര് പറഞ്ഞിരിക്കുക. ഗിദെയോൻ, ഹല്ലേലൂയ, അവന്റെ കയ്യിലൊരു കാഹളം കൊടുത്തു. ആ കാഹളം കൊടുത്തു കഴിഞ്ഞ് മറ്റേ കയ്യിലൊരു കുടത്തിനകത്തൊരു പന്തം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. 300 പേരെ 3 ചേരിയായി ശത്രുവിന്റെ അതിരിനെ നിർത്തി കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ശത്രു ഉറങ്ങിയിരിക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ഗിദെയോനും കൂട്ടരും 3 ചേരിയായി 3 സൈഡിൽ നിന്നുകൊണ്ട് ഒരുമിച്ചൊരു കാഹളമൂതി. ഗിദെയോന് മനസ്സിലായി, വലിയൊരു കാഹളമൂത്തിന്റെ മുമ്പാകെ യെരിഹോ മതിലിനെ ഇരുത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായി ഒരുമിച്ചുണ്ടായ ഈ കാഹളം ഊതുമ്പോ ഒരുത്തരും അവര് തോന്നുമ്പോ ഊതിയിട്ട് നമ്മളൊക്കെ ഈ കൂട്ടായ്മയ്ക്ക് വരുന്നത് പോലെ. കർത്താവിന് ചില ആളുകളാണല്ലോ, നാം ദേവദാസന്മാർ
പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: തക്ക സമയത്ത് എല്ലാവരും വന്നതിനാൽ സ്തോത്രം. പക്ഷേ നല്ലൊരു ശതമാനം ആളുകളും ഒത്ത സമയത്താണ് വരുന്നത്. കർത്താവിന് സ്തോത്രം. ഈ കാഹളം ഊതുമ്പോൾ എല്ലാവർക്കും ട്രെയിൻ ചെയ്ത് കൊടുത്തു. 1 2 3 എല്ലാവരും ഊതിക്കണം. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, ഒരു കാഹളം തന്നെ ആളുകൾക്ക് അസഹനീയമാണ്. എന്നാൽ ജലം മുഴുവനും വാളെന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്ന വാൾ വരുന്നു. ഞങ്ങളുടെ കൂടാരങ്ങളെ തകർത്ത് കളയാനൊരു വാൾ വരുന്നു. ഭയചകിതരായി നിൽക്കുന്ന ജലത്തിന്റെ നടുവിലേക്ക് ഈ അപ്രതീക്ഷിതമായ ഉണ്ടായ 300 കാഹളത്തിൽ നിന്നും സെക്കൻഡ് വ്യത്യാസം കൂടാതെ 3 സൈഡിൽ നിന്നും കാഹളമൂതിയപ്പോൾ, എന്തിനാ 3 സൈഡിൽ നിന്നതെന്നറിയാമോ? ഒരു സൈഡ് തുറന്നിട്ട് കൊടുത്തു, എന്താ ഓടിപ്പോകാൻ. കർത്താവിന്റെ സ്തോത്രം. അല്ലെങ്കിൽ ഒരുമാതിരി മതിലത്ത് കിടക്കുന്ന പോലെ ഇരിക്കും. നോക്കണേ, ഒരു സൈഡ് ദൈവം തമ്പുരാൻ തുറന്നിട്ട് കൊടുത്തു, ഓടി രക്ഷപ്പെടാനൊക്കെ വേണം. 3 സൈഡിൽ നിന്നും കാഹളമൂതിയപ്പോൾ രാത്രിയുടെ ഉറക്കത്തിന്റെ അഗാധതയിൽ അപ്രതീക്ഷിതമായി കേട്ട ഈ കാഹളത്തിന്റെ ഒരുമിച്ചുള്ള ശബ്ദം കോട്ടകളെ തകർക്കാൻ കഴിയുന്ന ശബ്ദം. ശത്രുവിന്റെ സകല കോട്ടകളെ തകർക്കാൻ കഴിയുന്ന ശബ്ദം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, കാഹളം കേൾക്കുമ്പോൾ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന കുടമുടയണം. കുടമുടയുമ്പോൾ പന്തം തെളിയണം. ഈ ശബ്ദം തെളിഞ്ഞു വന്ന പന്തവും കണ്ടപ്പോൾ ജനത്തിന് മനസ്സിലായി, ഞങ്ങളുടെ കൂടാരത്തെ തീ വെച്ച് നശിപ്പിക്കാൻ കടന്നു വരുന്നു. കിട്ടിയതും കൊണ്ട് പ്രാണരക്ഷാർത്ഥം മിദ്യാനി ശക്തികളും അമാലേക്ക ശക്തികളും കിഴക്കിലേശക്കാരും കിട്ടിയ ഒരു സൈഡിൽ കൂടെ ഓടി രക്ഷപ്പെട്ടതുപോലെ ഇന്നു രാത്രിയിൽ നിങ്ങൾ 2 പേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ടാൽ പിതാവ് നൽകിത്തരാമെന്ന വാഗ്ദത്ത പ്രകാരം 300 എണ്ണം ഒരു കാര്യത്തിൽ യജ്ഞം ചെയ്തപ്പോൾ അവർക്ക് കീഴ്പ്പെടുത്താൻ കഴിയാതെ അവരെ നാളികളായി അവരെ ഒതുക്കിയിരുന്ന അന്ധകാര ശക്തികളെ ദൈവം ജയം കൊടുത്തതുപോലെ ഇന്ന് രാത്രി നിങ്ങളുടെ വിജയം തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ഗോഡ്. കുടുംബത്തിനകത്ത് ഒരുക്കി നിൽക്കുന്ന മാതാവും പിതാവും ചേർന്ന് കാഹളമൂതനം, ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങൾ ചേർത്ത് ഒരുമിച്ച് നിന്ന് കാഹളമൂതനം. പാലയ്ക്ക പിരിഞ്ഞതുപോലെ പിരിഞ്ഞിരിക്കുന്ന ഒരു ഭവനത്തിനകം ദൈവത്തിന്റെ പ്രവൃത്തി, വ്യവസ്ഥാപിത താല്പര്യങ്ങളെ ദൈവം തമ്പുരാൻ കണക്കിടാതിരിക്കുന്ന ഒരു സഭയാണെങ്കിൽ ആ സഭയ്ക്കകത്തിരിക്കുന്ന 50 100 150 25 10 ഒരുമിച്ച് നിന്ന് കാഹളമൂതിക്കൊണ്ട് അവരവന്റെ കയ്യിലിരിക്കുന്ന കുടത്തെ പൊട്ടിച്ചു കളഞ്ഞ ഒരു കുടം അവന്റെ ജഡത്തെ കാണിക്കുന്നെങ്കിൽ ജഡം എവിടെ തകരുന്നോ അവിടെ പന്തം ഉയർന്നു നിൽക്കും. ഇന്ന് രാത്രികാലം ദൈവത്തിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യതയിലായിരിക്കുന്ന പ്രിയപ്പെട്ട അഭിഷിക്തന്മാരോടും ദൈവമക്കളോടും മാറ്റമില്ലാത്ത ദൈവിക വചനത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ളതായിരിക്കുന്ന ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ഏതെങ്കിലും നിലകളിൽ തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, ഗിദെയോൻ തിരസ്കരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ഗോത്രത്തിൽ പിറന്നു വീഴേണ്ട ഗതികേട് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എങ്കിലും കുലഹീനമായതിനെ ദൈവം തിരഞ്ഞെടുത്തു. നമുക്കൊരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളെ മറികടക്കാൻ നിവൃത്തിയില്ലാതെ വണ്ണം വ്യത്യസ്തങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിത മേഖലകളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നമ്മെ ശുദ്ധീകരിച്ച് പ്രവർത്തിച്ച് ഹല്ലേലൂയ മിഥ്യാനി ശക്തികളുടെ എണ്ണം വായിച്ചു നോക്കണം. വെട്ടുക്കിളിയെപ്പോൾ ദേശത്ത് പടർന്നു കിടക്കുന്നതിനെ 300 കാഹളം കൊണ്ട് ഓടിച്ചു കളയുവാൻ പായിച്ചു കളയാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ദൈവത്തിന് അഭിഷിക്തനായിരിക്കുന്ന ഗിദെയോന് കഴിയുമെങ്കിൽ, ഇതാ ഗിദെയോന്റെ മേൽ വ്യാപരിച്ച ബലം. അവൻ പറയുന്നു, എന്റെ ബലമല്ല, ഞങ്ങളുടെ ബലമാണ്. ഞാൻ പറഞ്ഞു, ജനം ശ്രദ്ധിച്ചു. 300 കാഹളവും 300 പന്തവും 300 കുടവും ഒരേ രീതിയിൽ അവർ ആക്ഷനിൽ കൊണ്ടുവന്നപ്പോൾ, പ്രാവർത്തികത്തിൽ കൊണ്ടുവന്നപ്പോൾ ഒരു വിജയം
ജനത്തിൽ കൊടുത്തതുപോലെ ഇന്ന് രാത്രി കേട്ടോണ്ടിരിക്കുന്ന വിശുദ്ധമാർ, സഹോദരി സഹോദരന്മാർ, അഭിഷിക്തന്മാർ അടുത്ത ഒരാത്മിക തലത്തിലേക്ക് നമ്മെ ഉയർത്തുവാനൊക്കെ വേണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്താട്ട്. ആമേൻ. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. കർത്താവിന്റെ സ്തോത്രം. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനമാകുന്ന കാഹളം മുഴങ്ങാതിരിക്കുന്നതിന്റെ രഹസ്യമെന്ത്? വചന കേൾവി നിമിത്തം, ഈ കാഹളത്തെ ശബ്ദം നിമിത്തം എന്റെ കുടം, എന്റെ ജഡം ഉടയാതിരിക്കുന്നത് എന്ത്? എന്റെ അകത്ത് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപ ജ്വലിക്കാതിരിക്കുന്നത് എന്ത്? കർത്താവിന്റെ സ്തോത്രം. ഈ 3 ചോദ്യങ്ങൾ ഇന്ന് രാത്രി നമ്മളോട് ചോദിക്കൂ. എന്തുകൊണ്ട് ഉയർത്തപ്പെട്ട കാഹളം എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി സംഭവിക്കുന്നില്ല? ആമിന കാഹളത്തിന് മുമ്പാകെ എന്തുകൊണ്ട് എന്റെ ജഡമായിരിക്കുന്ന കുടം തകരുന്നില്ല? ഇത് തകരാത്തത് കൊണ്ട് എന്നിൽ വ്യാപരിക്കുന്ന കൃപ ജ്വലിക്കുന്നില്ല. എന്നാൽ ഇന്ന് ഈ രാത്രികാലം ആ ഒരു പ്രത്യേക പ്രക്രിയയ്ക്ക് വേണ്ടി എന്നെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ സമ്പൂർണമായും സമർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് എവരിവൺ.